ആര് തീരുമാനിച്ച ആളാണെന്ന് അറിയില്ല നമുക്ക്. എന്താ ഒരു ഒരു വനിത, എന്നിട്ട് അതിൽ നിന്നിപ്പോ ദേശീയ പതാക ഒരു പുരുഷനെ കൂടെ വയ്ക്കേണ്ടായിരുന്നു അവിടെ. തുല്യത വേണ്ടേ അവിടെ? ഗവർണർക്ക് എന്താ അധികാരമുള്ളത് അവിടെ? പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് ഗവൺമെന്റ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? നമസ്തേ. രാജ്ഭവനിൽ ഭാരതാംബയെ അവഹേളിച്ചിറങ്ങിപ്പോന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപം തുടരുകയാണ്. സർക്കാർ പരിപാടികളിൽ ഒരു വനിതയുടെ കയ്യിൽ കാവിക്കൊടി കൊടുത്ത് പൂജിക്കാൻ ഗവർണർക്ക് എന്തധികാരം എന്നാണ് മന്ത്രിയുടെ ഇന്നത്തെ ചോദ്യം. ഒരു വനിത മാത്രമോ, തുല്യതയ്ക്കായി ഒരു പുരുഷനെയും വെക്കണ്ടേ എന്നാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ചോദ്യം. അബദ്ധ പഞ്ചാംഗങ്ങൾ മാത്രം വിളമ്പുന്ന, ആഭാസം കൈമുതലായുള്ള അഭ്യാസങ്ങൾ ഇറക്കുന്ന ശിവൻകുട്ടിയിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ബെല്ലും ബ്രേക്കുമില്ലാത്ത ഈ പോക്ക് നല്ലതാണോ? ഭാരതാംബ എന്ന സങ്കല്പത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമൊക്കെ ഒരു സാധാരണക്കാരനുണ്ടാകേണ്ട മിനിമം പൊതുവിജ്ഞാനം, പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കുണ്ടായിരിക്കണ്ടേ? നമുക്ക് ചർച്ച ചെയ്യാം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇടത് സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ RV ബാബു, മലയാളം അക്ഷരത്തെറ്റ് കൂടാതെ പറയാനറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി, ഉച്ചാരണം അരോചകം, ഭാഷാശുദ്ധി തെല്ലുമില്ല, അതിനൊക്കെ ഉപരി ഒരു വകതിരിവുമില്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ച് പറയുക. ഒരു വനിത മാത്രം മതിയോ, തുല്യതയ്ക്ക് ഒരു പുരുഷൻ കൂടെ വേണ്ടേ എന്നാണ് പരിഹാസച്ചിരിയോടെ ശിവൻകുട്ടിയുടെ ചോദ്യം. ശിവൻകുട്ടിയിൽ നിന്നും നിലവാരമില്ലാത്ത ഇത്തരം അഭ്യാസങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിലും ഇവരുടെയൊക്കെ അജണ്ട തുറന്ന് കാട്ടേണ്ടതല്ലേ? ശിവൻകുട്ടിയിൽ നിന്നും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രസ്താവന നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ അനിൽ നമ്പ്യാരെ? നമുക്കിതിനേക്കാളൊരു മെച്ചപ്പെട്ട നിലവാരം ശിവൻകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നമുക്കാണ് തെറ്റുപറ്റുന്നത്. ശിവൻകുട്ടി എന്ന് മാത്രമല്ല, പൊതുവേ സഖാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ സാംസ്കാരിക നിലവാരം പൊതുവേ നമ്മൾ ഈ ചന്തയിൽ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ച് പരിചയമുള്ള സഖാക്കളാണ്. അവരിൽ നിന്നും സംസ്കാരം, മേന്മയേറിയ ഭാഷ, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ശിവൻകുട്ടി ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇപ്പം ഇവർ ഈ ഭരണഘടന, ജനാധിപത്യം, പാർലമെൻറ്റ്, നിയമസഭ എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുന്ന ഇതേ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ശിവൻകുട്ടി പെരുമാറിയത് എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ നിയമസഭയ്ക്കകത്ത് എന്തെല്ലാം അക്രമങ്ങളാണ്, അതും മുണ്ടുമടക്കി കുത്തി, എന്താണ് വനിതാ അംഗങ്ങൾ കൂടിയുള്ള ആ സഭയിൽ മുണ്ടുമടക്കി കുത്തി ഡെസ്കിൻ്റെ മുകളിൽ കയറി നിന്ന് എന്താ പറയുക? അങ്ങനെയുള്ള ഒരു അധമനമായിട്ടുള്ള ഒരു മന്ത്രി, ആ മന്ത്രിയുടെ ഭാഷ ഇതേപോലെ ആകുന്നതിൽ ആർക്കാണ് നമുക്ക് അത്ഭുതപ്പെടാൻ സാധിക്കുക? അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് സഖാക്കന്മാർ അങ്ങനെയാണ്. അതിൽ സംസ്കാരത്തിൻ്റെ ഭാഷ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർ നിരാശപ്പെടുകയുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണ്? ഇപ്പോൾ അദ്ദേഹം ഭാരതാംബയെ വനിത എന്ന് പറയുന്നു. ആ വനിത മാത്രം മതിയോ, കൂടെ പുരുഷൻ വേണ്ടേ എന്ന് പറയുന്നു. പണ്ട് നമ്മളിപ്പോൾ ഗോമാത എന്ന് പറയുമ്പോൾ മറ്റേ കാള അച്ഛനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവർ. പശു മാതാവാണെങ്കിൽ കാള അച്ഛനാവണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ നമ്മുടെ ഭാരതീയമായ സംസ്കാരത്തെ, ചിന്തകളെ, പൈതൃകത്തെ, സങ്കല്പങ്ങളെ, ഇതെല്ലാം ഭാരതീയമായ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെയൊക്കെ അവഹേളിക്കുന്ന ഒരു പാരമ്പര്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്. ഇന്നലെയോ തുടങ്ങിയതല്ല. അവർക്ക് ഭാരതീയമായതെന്തും അവഹേളിക്കാനുള്ളതാണ്, അവഗണിക്കാനുള്ളതാണ്, അധിക്ഷേപിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഗണപതി മിത്താണ് എന്ന് ഒരു മടിയും കൂടാതെ MV ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറഞ്ഞത്.
എം വി ഗോവിന്ദന് ഗണപതി മിത്താണ് എന്ന് പറയാൻ ഒരു മടിയില്ല. എന്നാൽ അതേ എം വി ഗോവിന്ദനോട് അള്ളാഹു മിത്താണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണം ഹിന്ദു സങ്കല്പങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം നിലമ്പൂർ മത്സരിച്ച MLA സ്വരാജ്, അദ്ദേഹം സാക്ഷാൽ അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ ഹിന്ദു സങ്കല്പങ്ങളെ, വിശ്വാസങ്ങളെ ഒക്കെ അവഹേളിക്കുന്നവരെ ആദരിക്കുന്ന സ്വഭാവമാണ് ഇവർക്ക്. അതുകൊണ്ടാണ് MF ഹുസൈന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. സരസ്വതി ദേവിയെ നഗ്നയായിട്ട് വരയ്ക്കുന്ന, പാർവതി ദേവിയെ നഗ്നയായിട്ട് വരയ്ക്കുന്ന ചിത്രകാരൻ, ആ ചിത്രകാരനെ വിളിച്ച് രവിവർമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് ഇതേ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്നത്തെ സെക്രട്ടറി, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇന്നത്തെ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി എം എ ബേബിയാണ് MF ഹുസൈന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇന്നോ ഇന്നലെയോ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് ഭാരത മാതാവ് എന്ന സങ്കല്പം പോയിട്ട് ഭാരതം എന്ന സങ്കല്പത്തോട് പോലും അവർക്ക് യോജിപ്പില്ലല്ലോ. ഭാരതം എന്ന പേര് നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം പ്രസിഡന്റ് ഓഫ് ഈ ഭാരത് റിപ്പബ്ലിക് ഓഫ് ഭാരത്, പ്രസിഡന്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് പറഞ്ഞിട്ട് അവരുടെ നെയിം ബോർഡ് എഴുതി വെച്ചപ്പോൾ ഭാരതം എന്ന പേര് ഉപയോഗിക്കാൻ ആര് പറഞ്ഞു? അല്ലെങ്കിൽ അതിനെന്താ അവകാശം? ഭാരതം എന്നുള്ള പേര് ഉപയോഗിച്ചതിനെതിരായിട്ട് എത്ര കടുത്ത വിമർശനമാണ് ഇവരൊക്കെ ഉന്നയിച്ചത്. കാരണം അവർക്ക് ഭാരതം എന്ന ആ സങ്കല്പത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഭാരതീയമായ പൈതൃകം, ഇപ്പോൾ ഇവർ ഭരണഘടനയെക്കുറിച്ചൊക്കെ പറയുന്നു. ഈ ഭരണഘടനയിലാണ് ശ്രീരാമൻ്റെ ചിത്രമുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ചിത്രമുണ്ട്, നടരാജൻ്റെ ചിത്രമുണ്ട്, ഇതെല്ലാം ഈ ഭരണഘടനയിലുണ്ട്, ഇതെല്ലാം ഭരണഘടനയിലുണ്ട്. പക്ഷേ ഭരണഘടനയിലുള്ള ഇത്തരം സങ്കല്പങ്ങളെ ഒന്നും, ഭരണഘടനയുടെ മാനുസ്ക്രിപ്റ്റിലുള്ള സങ്കല്പങ്ങളെ ഒന്നും ഇവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം അടിസ്ഥാനപരമായി ഇവർ ഭാരത വിരുദ്ധരാണ്. ഭാരതം എന്ന സങ്കല്പത്തിനെ ഇവർ അംഗീകരിക്കുന്നില്ല. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലവും നമുക്കത് അറിയാം. ഭാരതം എന്ന അടിസ്ഥാന സങ്കല്പത്തെ തകർക്കാൻ ഈ രാജ്യത്തെ 16 or 17 ആയിട്ട് വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞത് ഇതേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അവർ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ മുമ്പാകെ മെമ്മോറാണ്ടം കൊടുത്തവരല്ലേ. അവർ ഈ രാജ്യത്തെ പലതായി വെട്ടിമുറിക്കണം, കഷ്ണം കഷ്ണമായിട്ട് വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ മുമ്പാകെ മെമ്മോറാണ്ടം കൊടുത്തവരാ. അപ്പോൾ അവർക്ക് ഈ രാജ്യം താർന്ന് തരിപ്പണമാവണം. ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോഴും ഇവരുടെ നിലപാട് എന്തായിരുന്നു? ഭാരതത്തിനെതിരായിട്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് നെഹ്റു സർക്കാർ ഇവരുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ചത്. ചൈനീസ് പക്ഷപാതികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവർ രാജ്യവിരുദ്ധരാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അന്ന് നെഹ്റു സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ജയിലിലടച്ചത്. അപ്പോൾ ഇത് എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി, രാഷ്ട്രസങ്കല്പത്തിന് വിരുദ്ധമായി, രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞ് അതിനെ അവഹേളിച്ച് അധിക്ഷേപിച്ച്, അത് ഭഗവത്ഗീതയാകട്ടെ, മഹാഭാരതമാകട്ടെ, രാമായണമാകട്ടെ, അതെല്ലാം ചുട്ടരിക്കണം എന്ന് പറഞ്ഞ്, ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭാരതമാതാവിനെ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ അത്ഭുതമുള്ളത്? അവർക്ക് ഭാരതമാതാവ് ഒരു വനിതയാണ്, അതിനപ്പുറമല്ല, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. അങ്ങനെ ഒരു സങ്കല്പം അവർക്കില്ല. അവർക്ക് സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം, ഞാൻ ആ മണ്ണിൽ പിറന്നില്ലല്ലോ, ആ മണ്ണിൽ എനിക്ക് പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിച്ച ആളുകളാണ്. അവർക്ക് ഭാരതത്തെക്കാൾ വലിയ പുണ്യഭൂമി സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒരു കാലത്ത്, റഷ്യയായിരുന്നു. അവരുടെ പവിത്ര നാട് റഷ്യയായിരുന്നു. റഷ്യയുടെ പണം വാങ്ങിയാണ് അവർ ഏറെക്കാലം ഇന്ത്യയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയത്. മിത്രോഖിൻ ആർക്കവൈസ് എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകം ഈ പണം വാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഇന്ത്യ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്ര രേഖകളാണ്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ അവര് രാജ്യത്തിന്റെ പൈതൃകത്തെ തള്ളിപ്പറഞ്ഞവരാണ്. രാജ്യത്തിൻ്റെ ആധ്യാത്മിക പൈതൃകത്തെ, സാംസ്കാരിക പൈതൃകത്തെ, സാമൂഹ്യ പൈതൃകത്തെ എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞ് ഈ രാജ്യത്തെ പലതായി വെട്ടിമുറിച്ച് തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ പാർട്ടി അവര് ഭാരതമാതാവിനെ അംഗീകരിക്കില്ല, ഭരണഘടനയെ അംഗീകരിക്കില്ല, ജനാധിപത്യത്തെ അംഗീകരിക്കില്ല. അപ്പോൾ അവരിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അനിൽ നമ്പ്യാർ. ഡോക്ടർ ബി ജയരാജ്, ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കണമെന്നോ അല്ലെങ്കിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നോ
ഭാരതാംബയെ പൂജിക്കണമെന്നോ ഭാരതാംബയെ പുകഴ്ത്തണമെന്നോ എന്നൊന്നും ആർക്കും ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇകഴ്ത്താതിരുന്നുകൂടെ? ഇതിനകത്തുള്ള വിഷയം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി തൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഒന്നാമത്, ഗവർണറുടെ രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓഫീസാണ്. ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ വയ്ക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും അവിടെ ഗവൺമെൻറ്റൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഗവർണറിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ഏത് ചിത്രം കൊണ്ട് വയ്ക്കാം. ഗവർണറിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. 40 വർഷത്തോളം അദ്ദേഹം RSS പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ ചിത്രത്തിനെയൊക്കെ ആരാധിക്കാനോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം വെക്കട്ടെ. പക്ഷേ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പോലുള്ള ഒരു പരിപാടിയിൽ കുട്ടികൾ പങ്കെടുക്കുന്നതിനകത്ത് ഇന്ത്യയുടെ മാപ്പ് വരെ വികലമായൊരു മാപ്പാണ്. അതിനകത്ത് കാശ്മീർ ഇല്ല, പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കാവി ഈ കൊടിയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നു, ഇത് ഭാരതാംബയാണെന്ന് പറയുന്നു. ഇതേ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. MF ഹുസൈൻ്റെ ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണ് അത്. സരസ്വതി എന്ന് പറഞ്ഞിരുന്നെങ്കിലും സരസ്വതി എന്ന് പറയുന്ന കാലമൊന്നും വ്യക്തമായിട്ടൊന്നും അറിയാൻ പറ്റുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ പുറത്താണ് ആ പാവപ്പെട്ട മനുഷ്യന് ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രകാരനായ ഇന്ത്യയുടെ സംഭാവനയായ MF ഹുസൈനെ നാട് കടത്തിയിട്ട് അദ്ദേഹം ഖത്തറിൽ പോയി കിടന്ന് മരിക്കണമെന്നൊരു ഗതികേടുണ്ടായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തെന്ന് ഇവിടെ ഒരു പരാമർശം കേട്ടത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി അർഹിക്കുന്നില്ല. അതിനൊരു ഡിബേറ്റിന് ഞാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും അർത്ഥസത്യങ്ങളും പിന്നെ ഈ പറഞ്ഞ കണക്കുപോലെ കള്ളത്തരങ്ങളുമാണ്. അതിങ്ങനെ ആവർത്തിച്ച് 100 ആവർത്തി പറഞ്ഞാൽ ശരിയാവുന്നുള്ളൊരു ധാരണയിലാണ് RV ബാബു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ആളുകൾ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരാളെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? സവർക്കർ എത്ര തവണയാണ് മാപ്പ് എഴുതി കൊടുത്തത്? ഇന്ത്യയിൽ ഡൽഹിയിൽ ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട് സവർക്കറിൻ്റെ. ആ സവർക്കറിനെയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയുടെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് സവർക്കറിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വീർ സവർക്കർ എന്നൊക്കെയുള്ള പേര് ഈ വീറൊക്കെ സ്വന്തമായിട്ടാണ്. വിമൽ കുമാർ എന്ന് എന്നെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതിയിട്ട് വീരെന്ന് എഴുതിയതുകൊണ്ട് വീരല്ല, വീർ ശിവജി എന്നൊക്കെ പറയുന്ന പോലെ വീരനൊന്നും അല്ല സവർക്കർ എന്ന് ചരിത്രം വായിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവുന്നതാണ്. ആ സവർക്കറിനൊക്കെ അവർ ആരാധിച്ചോട്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. പിന്നെ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും അവകാശപ്പെടുന്നൊരു ഭാഗം അത് ഒരു ടേബിളിൻ്റെ ചുറ്റും അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്ത് മാത്രമേ പരിഹരിക്കാനാവൂ. 2 ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ഉണ്ടാവാൻ പാടില്ല. 2 പ്രാചീന സംസ്കാരങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം 2 രാജ്യങ്ങൾക്കും ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോഴേക്കും അത് രാജ്യദ്രോഹമായി, രാജ്യദ്രോഹത്തിന് ജയിലിലടക്കലായി. പിന്നീട് എന്താണ് സംഭവിച്ചത്? യുദ്ധത്തിലൂടെയാണ് അതിന് പരിഹാരം ഉണ്ടായത്. ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്ത് ബൈലാറ്ററൽ ടോക്സ് അല്ല ഈ പറഞ്ഞതുപോലെ അത് ചർച്ചയിലൂടെ മാത്രമാണ് പരിഹാരപ്പെട്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്കുപോലെ പഹൽഗാമിൽ ഈ ഭീകരാക്രമണം ഉണ്ടായി. ഈ ഭീകരന്മാരെ ആരെയും പിടിച്ചില്ലെന്ന് മാത്രമല്ല യുദ്ധത്തിലൂടെ അത് പര്യവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന്. യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ 25 വർഷം നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും. അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു യുദ്ധത്തിന് വേണ്ടി ഇപ്പം വാർ മോങ്കറിങ് ആളുകൾക്ക് വേണമെങ്കിൽ വാർ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ അതല്ലല്ലോ സാഹചര്യം. നമ്മൾ ആ ഭീകരരെ തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ ഭീകര പ്രസ്ഥാനങ്ങളെ വളർത്തുന്ന ഭീകരവാദികളെ അല്ലെങ്കിൽ പാകിസ്ഥാൻ മിലിറ്റൻസിൻ്റെ ഹെഡിനെയൊക്കെ ഇപ്പം ഇറാനിലൊക്കെ ചെയ്യുന്ന പോലെ അത്തരം മിലിറ്റൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഏജൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അത്തരത്തിലാണ് ആ ഓപ്പറേഷൻ നടന്നതും. അല്ലാതെ ഒരു മാസീവ് അറ്റാക്കിലോട്ടോ ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്ന രീതിയിലൊന്നും അത് പോയില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് യുദ്ധങ്ങൾ നടക്കുന്നത്. യുദ്ധങ്ങൾ പരമാവധി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ്. നമ്മൾ ക്ഷമിച്ച് ഒരു പരിധിയായതിനു ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള നോമാൻസ് ലാൻഡിൽ ഈ പറഞ്ഞ കണക്കുപോലെ പെട്ടെന്ന് കുറേ പേര് വരുന്നു, നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നെ അതിൻ്റെ നറേഷൻ ജാതി ചോദിച്ചു മതം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് അതിൻ്റെ നറേഷൻ വേറെയാണ്. കാരണം അതിനൊന്നും അവിടെ സമയമില്ല. ഒരു ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ജാതി എന്താടാന്ന് ചോദിച്ചിട്ടൊന്ന് കൊല്ലാനെന്നുള്ള സമയമില്ല. അത് വേറെ വിഷയം. അത് വേറെ നറേഷനാണ്. അതിനെ പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇതെന്താണ് ഈ പ്രശ്നം? ഇത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് വിശദമാക്കിയതാണ് കാര്യം. ഭാരതാംബ എന്ന് പറയുന്ന അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുണ്ട്. അതൊരു ഹിന്ദു ദൈവത്തിൻ്റെ പോലെയാണ്. 4 കൈകളുള്ള ഒരു ഭാരതാംബയുടെ ചിത്രമാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രം. ഇങ്ങനെ ഓരോ കലാകാരന്മാരും അവർക്ക് താല്പര്യമുള്ള രീതിയിൽ വരയ്ക്കാറുണ്ട്. അതുപോലെ RSSൻ്റെ താല്പര്യം ഇതാണ്. കാവിക്കൊടി പിടിച്ച് ഞങ്ങളുടെ ഭാരതാംബ എന്ന് പറയുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് BJPയുടെ വെബ്സൈറ്റിൽ നിന്ന് ആ മാപ്പിൻ്റെ ഭാഗം എടുത്ത് മാറ്റിയത്? കൃത്യമായിട്ട് മാപ്പ് വെച്ചത് പഴയ മാപ്പില്ലാതെ ആണല്ലോ ഇന്ന് പോസ്റ്ററൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓതൻറ്റിസിറ്റി എനിക്കറിയില്ല. അങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഈ പറയുന്ന കണക്കുപോലെ മാപ്പിനകത്തുള്ള ഈ ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ
ഈ പറഞ്ഞ കണക്കുള്ള കുട്ടികളാണ് വരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു, എൻ്റെ പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാമല്ലോ ഈ ഇന്ത്യ ചരിത്രം എങ്ങനെയായിരുന്നു. നാട്ടുരാജ്യങ്ങളായിട്ട് വിഘടിച്ച് കിടന്നതായിരുന്നു. അത് തമ്മിൽ യുദ്ധങ്ങളും കാര്യങ്ങളും. കേരളം തന്നെ തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള സമരങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഈ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റൊക്കെ തന്നെയാണ്. ആർക്കും അതിനായിട്ടൊന്നും അഖണ്ഡ ഭാരതം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒരു അഖണ്ഡ ഭാരതം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നോർത്ത് സൗത്ത് ഡിവിഷൻ നല്ല വ്യക്തമാണ്. അത് വളരെ നമ്മളുടെ ഓരോ ഫണ്ട് അലോക്കേഷൻ്റെ കാര്യം എടുത്താലും അല്ലാതെ എടുത്താലും നമ്മൾ ഈ അത് പറഞ്ഞാൽ സെക്ടേറിയനിസം ആവും. പലപ്പോഴും നമ്മളെ സെൻസർ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്നത് പോലും. പ്രത്യേകിച്ച് നമ്മളുടെ പശ്ചിമഘട്ടത്തിന് ഇപ്പുറത്തോട്ടുള്ള അല്ലെങ്കിൽ ദ്രാവിഡ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ കാണുന്നത് വേറെ രീതിയിൽ തന്നെയാണെന്നുള്ളത് ഫണ്ട് അലോക്കേഷനായിട്ട് ബന്ധപ്പെട്ട് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാത്തതെന്നൊക്കെയുള്ള ന്യായങ്ങളാണ് പറയുന്നതെങ്കിലും അത് അവർ തീരുമാനിക്കുന്നതാണ്. അവരിവിടെ വന്ന് നോക്കുന്നു. പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്ക ദുരന്തം ഉണ്ടാകുന്നു, അത് നോക്കുന്നുണ്ടെങ്കിൽ മുമ്പും കേരളം വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കല്ല 55 നദികളും ഒരുപാട് ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ കുളങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. മേളിൽ നോക്കുമ്പോൾ എപ്പോൾ വന്നാലും കേരളം ഇതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ തന്നെയാണ് കേരളം എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് എഴുതിയിട്ട് പോകും, നമുക്കൊന്നും കിട്ടാറുമില്ല. അതുപോലെ തന്നെ വരൾച്ചയുടെ സമയത്ത് ഇവിടെ വരുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും ഇപ്പോൾ ഹിന്ദിക്കാർ പറയുന്ന ഹരിയാലി ഹരിയാലി, എവിടെ നോക്കിയാലും ഹരിയാലി ആണല്ലോ, പച്ചപ്പ് കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പോലെ ഒരു ഡ്രൈ പ്രദേശമല്ലല്ലോ. വരിക ഒറ്റക്കാരിയാണ് ചോദിക്കാനുള്ളത്. ഒരു വനിത മാത്രം മതിയോ തുല്യതയ്ക്ക്? ഒരു പുരുഷൻ എന്ന പരിഹാസ ചിരിയോടെയുള്ള ശിവൻകുട്ടിയുടെ ചോദ്യം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മാപ്പോട് കൂടി കൃത്യമായിട്ടുള്ള ഒരു മാപ്പോട് കൂടിയാണ് ഈ കാവിക്കൊടിയൊക്കെ ഒഴിവാക്കിയത്, ഭാരതത്തിൻ്റെ പതാകയാണ് വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല. അതൊന്നുമല്ല, ഭാരതത്തിൻ്റെ ദേശീയ പതാകയല്ല, മാപ്പ് കറക്റ്റ് അല്ല. പിന്നെ ഈ പറഞ്ഞ കണക്കല്ല ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റിന് വേണ്ടി ചില പൊളിറ്റിക്കൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കേണ്ട തന്നെ ചെയ്യും. പക്ഷേ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം സാധനങ്ങൾ വേവിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ ഒരു സെക്യുലർ ആയിട്ടുള്ള വളരെ വളരെ സെക്യുലർ ഫാബ്രിക് ഇപ്പോഴും അത് നിലനിൽക്കുന്ന സ്ഥലമാണ്. അത് RSS എത്ര നാളായിട്ട് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആവർത്തിച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? തന്നെയായിരിക്കും. മാതാവെന്ന് പറഞ്ഞാൽ പിതാവും കൂടെ വേണ്ടേ? മാതൃസങ്കല്പം മാത്രം മതിയോ? പിതൃസങ്കല്പം രാഷ്ട്രപിതാവിന് രാഷ്ട്രമാതാവാരാണ് സർ. അതെ, ആ ഈ പറഞ്ഞതുപോലെ ആരാ രാഷ്ട്രമാതാവ്? അത് ഈ പറഞ്ഞതുപോലെ ഇത് അനാവശ്യമായ വിവാദമാണ് സത്യത്തിൽ. ഇത് സാഫ്രണൈസ് കാവ്യവൽക്കരണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കെട്ടടങ്ങിയ സാധനമാണ്. ആരാണ് ഈ വിവാദത്തിന് പിന്നിൽ ആർലേക്കർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ആർലേക്കർ എന്തിനാണ് അത് പ്രദർശിപ്പിച്ചത്? അയാളുടെ ഐഡിയോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ഗവർണർ തന്നെയാണ്. രാജ്ഭവനിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ്. രാജ്ഭവനിൽ എന്ത് ചെയ്യണം, എന്ത് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ്. അല്ലാതെ വി ശിവൻകുട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ല. അതൊരു ഗവൺമെന്റ് ഓഫീസാണെന്നേ. അവിടെ ഈ പറഞ്ഞ കണക്കല്ല രാഷ്ട്രീയം കലർത്താൻ പറ്റില്ല. ഇപ്പം ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഇതുപോലെ വേറെ ആരുടെയെങ്കിലും പടം എടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കണക്കല്ല ഇങ്ങനെയാണ് ഞങ്ങൾ ആരാധിക്കുന്ന ആളുകളാണ് സർക്കാർ പരിപാടിയിൽ ചെഗുവേരയുടെ ചിത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സർക്കാർ പരിപാടികളിൽ ചെഗുവേരയുടെ ചിത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പരിപാടിയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. കൊടി വീശിയിട്ടുണ്ടാവും. ഡോക്ടർ ജയരാജ് പബ്ലിക്കാണ്. ഒഫീഷ്യൽ പ്രോഗ്രാം അല്ല. ഒഫീഷ്യൽ പ്രോഗ്രാമിൽ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വെറുതെ വിടുകയും ചെയ്യില്ലായിരുന്നു. അങ്ങനെയൊന്നും ഒരു ഈ പറഞ്ഞ കണക്കല്ല ചുവപ്പ് വൽക്കരിക്കാനുള്ള ശ്രമമൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ സെക്യുലർ ആണ്. അത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനകത്ത് ഇനി എത്ര വർഗീയ വേഷം കുത്തിക്കയറ്റാൻ അടിക്കടി പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സെക്യുലറിസം ഒക്കെ ഇവിടെ പ്രൂവ്ഡ് ആണ്, ഇവിടെ തെളിയിക്കപ്പെട്ടതാണ്. എന്താണ് സെക്യുലറിസം കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്? അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. സെക്യുലറിസം സെലക്റ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഡോക്ടർ ജയരാജ്? യെസ്, ഡോക്ടർ ജി വി ഹരി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഭാരതാംബ വിവാദം കത്തിച്ചത് ഇടതുപക്ഷം.
അതിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ. പിന്നെ SFI പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, DYFI തെരുവിലിറങ്ങുന്നു, എല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ ശിവൻകുട്ടിയുടെ പരാമർശത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അതിൻ്റെ ഈ ഭാരതാംബ വിവാദം ഉണ്ടാകുമ്പോൾ അതിനിങ്ങനെ ഫോളോ ചെയ്ത ഒരാളാണ് ഞാനതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം, കുറച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഇതിൻ്റെ വിഷയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നപ്പോൾ അത് പരിശോധിച്ചപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ടാണ് ഈ ഭാരത് മാതാവ് അല്ലെങ്കിൽ ഭാരതാംബ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഞാനത് 2 സ്ഥലത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് കൽക്കട്ടയിൽ പോയപ്പോഴും മറ്റൊന്ന് വാരണാസിയിൽ പോയപ്പോഴും ഭാരതാംബയുടെ ചിത്രം ഉണ്ട്. നമുക്ക് കന്യാകുമാരിയിലും അത്തരത്തിലൊരു ചിത്രമുണ്ട്, ഒരു ചിത്രമല്ല ഒരു സ്റ്റാച്യു ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതിലൂടെ പോകുമ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ ആ ഗാന്ധി സ്തൂപത്തിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ഭാരതാംബ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പല തരത്തിലുള്ള പ്രചോദനകരമായിട്ടുള്ള പല കാര്യങ്ങളും അന്നത്തെ നേതൃത്വം, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാശയം വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു ആശയം. വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ ഒരു ഭയവുമില്ലാതെ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിലേക്ക് വന്ന് വെടിയേറ്റ് മരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്കൊരു നാഷണലിസത്തിൻ്റെ ഭാഗമായി ഈ കോളനിവൽക്കരണം ദേശീയതയ്ക്ക് വഴിമാറിയപ്പോൾ ആ ബോധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, പൊതുജനങ്ങൾക്കിടയിലേക്ക് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് മാത്രമായൊരു പതാക എന്ന ആശയം. അപ്പം അങ്ങനെ പലതരത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാരതാംബ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും കൊണ്ടുവരുന്നത്. പക്ഷെ അത് വരച്ച് വന്നപ്പോൾ അതിനകത്ത് ഒരു ഹൈന്ദവ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ദൈവത്തിൻ്റെ പ്രത്യേകിച്ച് കാളി ദേവിയുമായി ബന്ധപ്പെട്ട്, കൽക്കട്ട അറിയാമല്ലോ, താങ്കൾക്കറിയാമല്ലോ, കൽക്കട്ടയിലെ നവോത്ഥാന നായകന്മാരാണ് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള, നേരത്തെ ഇവിടെ ഡോക്ടർ ജയരാജ് സൂചിപ്പിച്ച പോലെ അബീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരാളടക്കമുള്ള ആളുകളൊക്കെ അവിടുത്തെ കാളിദേവിയുമായി ബന്ധപ്പെട്ട് സിംഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 4 കൈകളുള്ള, അതിൽ നമ്മുടെ ഈ ത്രിവർണ്ണ പതാക ഏന്തിയ ഒരു ഭാരത അംബ, അങ്ങനൊരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ വിവാദമുണ്ടാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ അതിനകത്ത് ഞാൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്തൊരല്പം ശരിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹവും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രി C പ്രസാദ്, അദ്ദേഹവും ആ പറഞ്ഞ കാര്യത്തിനകത്ത് ശരിയുണ്ട് എന്ന് ഒരു ഇതിനെ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനകത്ത് ഒന്നാമത്തെ ഒരു പ്രശ്നം, ഈ നമ്മൾ പൊതുവായി കണ്ടിട്ടുള്ള ഈ ഭാരതാംബയിൽ നിന്ന് നമ്മുടെ ഗവർണറുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ സ്ഥലത്ത് രാജ്ഭവനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഭാരതാംബയിൽ ഇവിടെ നേരത്തെ ഡോക്ടർ ജയരാജ് സൂചിപ്പിച്ച 2 കാര്യങ്ങൾ അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായി ഞാൻ കണ്ടു. ഒന്ന്, അതിനകത്ത് കണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിലകത്തുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ഭൂപടം കൊടുത്തിരുന്നു എന്ന് ഡോക്ടർ ജയരാജ് പറഞ്ഞത് ശരിയാണ്. എന്താ അഖണ്ഡ ഭാരതമാണ്, അല്ല അഖണ്ഡ ഭാരതം, അത് ഞാൻ പറഞ്ഞല്ലോ, അതല്ലായിരുന്നു നമ്മുടെ സങ്കല്പം. അപ്പോൾ ആ സങ്കല്പം വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം. അങ്ങനെയാണ് ദേശീയ ഗാനത്തെ തള്ളി പറയണം. അല്ല നോക്കൂ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടാണല്ലേ, ഞാനതൊന്ന് എൻ്റെ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണല്ലോ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കാം. ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളി പറയാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ സ്റ്റാൻഡ്. അപ്പം എങ്കിലല്ലേ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആശയവും അതോടൊപ്പം തന്നെ ആ ഭാരതാംബയുടെ കൈകളിലേക്ക് RSSൻ്റേതായിട്ടുള്ള ഒരു കാവിക്കൊടി ഇവിടെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്രയോ സ്ഥലങ്ങളിൽ RSSൻ്റെ പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. RSSൻ്റെ എല്ലാ പരിപാടികളിലും ഇതേ ഭാരതാംബയുടെ ചിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം അത് RSSൻ്റെ പതാകയല്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞ് ആവർത്തിക്കുമ്പോൾ പിന്നെ അത് ആരുടെ പതാകയാണ് എനിക്ക് മനസ്സിലായില്ല. അല്ല എനിക്കൊന്ന് പറഞ്ഞു തരാമോ ആരുടെ പതാക? അത് ഭഗവത് ധ്വജമാണ്. അല്ല അതാണ് ഞാൻ പറഞ്ഞത്, അത് ആരുടെതാണ്? RSSൻ്റെ പതാക. ഭഗവത് ധ്വജം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കൊടി എന്ന് പറയുമ്പോൾ RSSൻ്റെ പതാക എങ്ങനെയാ? അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ സ്റ്റാൻഡല്ലേ പറയുന്നത് അല്ലേ. അപ്പം ഇത് ധ്വജം എന്ന വാക്ക് പോലും അത് ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത് വേണമെങ്കിൽ RV ബാബു പറഞ്ഞോട്ടെ. എൻ്റെ സ്റ്റാൻഡ്, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ സ്റ്റാൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പം ഇതിനകത്ത് അതൊരു ധ്വജം ആണോ അല്ലെങ്കിൽ കൊടിയാണോ എന്നുള്ള വ്യത്യാസമാണ്. അപ്പം ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന
ഒരു ഭാരതാംബയുടെ ചിത്രത്തിനകത്ത് ഉണ്ടായിരുന്നത് ത്രിവർണ്ണ പതാകയായിരുന്നു. അതാണ് ഈ കന്യാകുമാരിയിലുള്ള ആ സ്റ്റാച്ചു. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി, അതിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാരണാസിയിൽ ഗാന്ധി ഇതിനകത്ത് വിദ്യാപീഠത്തിനകത്തുള്ള ഭാരതാംബയിലും വാരണാസിയിലാണ്, അവിടെയും ഇതേ കൊടി പിടിച്ചിട്ടുള്ള ത്രിവർണ്ണ പതാക ഉള്ളതാണ്. പക്ഷേ ഞാൻ RSSൻ്റെ പരിപാടികളിൽ കണ്ടിട്ടുള്ളത് ഇവിടെ ഗവർണർ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ അവിടെ വച്ചിരുന്ന ഫോട്ടോയും അതിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ഭാരതാംബയ്ക്ക് എന്തുകൊണ്ട് അവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഈ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള കൊടി എന്തുകൊണ്ട് പിടിച്ചില്ല എന്നൊരു ന്യായമായ ചോദ്യം മാത്രമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചോദിച്ചത്. അതിനകത്തൊരു തെറ്റുമില്ല. അത് ഡോക്ടർ ജയരാജ് പറഞ്ഞതുപോലെ അതൊരു പൊതുപരിപാടിയാണ്, സ്വകാര്യ പരിപാടിയാണ്, അതൊരു സർക്കാർ പരിപാടിയാണ്. അല്ല, ഈ ശിവൻകുട്ടിക്കും അതുപോലെ ഈ CPMകാർക്കൊക്കെ ഭരണഘടനയോട് എപ്പോഴാണ് ഇത്ര സ്നേഹം വന്നത്? അല്ല, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ അനിൽ. ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ആളല്ല, അതിനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം നിയമസഭയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം കോടതിയിൽ അതിന് ഈ രാജ്യത്തിൻ്റെ പ്രകാരമുള്ള എല്ലാ ഇതും അദ്ദേഹം നേരിടേണ്ടി വരികയും ചെയ്യും. അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്, ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വിധി വരാനിരിക്കുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ, ഇല്ലേ? ഞാനിപ്പോൾ ഇരിക്കുന്നു, എനിക്കും അനിലിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനം കൈയാളുന്ന ആൾക്കുണ്ടാവില്ല. പ്രത്യേകിച്ച് മന്ത്രിമാർക്ക്, ഗവർണർക്ക്, അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉള്ള അല്ലെങ്കിൽ ആ പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്വകാര്യമായ ചില താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു പൊതു ഖജനാവിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള മണി ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടികളിൽ കൊണ്ടുവരുന്നത് ഒരു, നമ്മൾ പറയാറില്ലേ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയാറുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് നിലവിൽ വരും നമ്മൾ പറയുമല്ലോ, പെട്ടെന്ന് അത് കിട്ടുന്നില്ല, എനിക്ക് പെട്ടെന്ന് ആ വാക്ക് കിട്ടുന്നില്ല, പെരുമാറ്റച്ചട്ടം. കറക്റ്റ്, ദാറ്റ് ഇസ് ദ റൈറ്റ് തിങ്. അപ്പോൾ ആ ഒരു പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമുള്ളതല്ല. അതൊരു സ്വാഭാവികമായി നമുക്കൊരു മന്ത്രിമാർ പാലിക്കേണ്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രികൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ഗവർണർ പാലിക്കേണ്ട കാര്യങ്ങൾ, ആ സമയത്ത് അവരാരും രാഷ്ട്രീയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗികമായ കാര്യങ്ങൾ ഉപയോഗിച്ചോ എന്നും അവിടെ വരില്ല. അത് നമ്മുടെ ഒരു കേർട്ടസിയുടെ, ഒരു മര്യാദയുടെ ഭാഗം കൂടിയാണ്. ഇവിടെ ഹരി ദർബാർ ഹാളിൽ രാഷ്ട്രപതിയുടെ ഛായാചിത്രം ഇല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതേപോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ അംഗീകരിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, അവരാരും ഓട് വിളിച്ച് വന്നവരല്ല, രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ മന്ത്രിയാകുമ്പോൾ, ഇപ്പോൾ അനിൽ തന്നെ ഒരു ഇൻട്രൊഡക്ടറി ലെവലിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത്തരത്തിൽ ഒരു സമീപനമല്ല ഉണ്ടാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അഭിപ്രായ വ്യത്യാസം പറയാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള എന്ത് യോഗ്യത? അത് നോക്കൂ, ഈ വിദ്യാഭ്യാസവും വർത്തമാനവും പ്രധാനമായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ പൊളിറ്റിക്സിൽ ഏറ്റവും അല്ല, നോക്കൂ, ഈ രാജ്യത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, അവരൊക്കെ PhD ഉള്ളവരാണോ? അല്ലല്ലോ. അല്ല, അപ്പൊ അവരൊക്കെ ജനങ്ങളെ സേവിച്ച് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ബ്രേക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. നോക്കൂ, അത് ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ GB ഹരി, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പിന്നെ ഇദ്ദേഹത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? സാധാരണ ഇവർക്കൊക്കെ ഒരു മാതൃകാ പുരുഷനായി വർത്തിക്കേണ്ട ഒരാൾ കൂടിയല്ലേ വിദ്യാഭ്യാസ മന്ത്രി? അത് അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ചെയ്തികൾ, അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ കാണുന്നതല്ലേ, ടെലിവിഷൻ കാണുന്നതല്ലേ? ഐ അഗ്രി വിത്ത് ദാറ്റ് പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിന്റെ നിലനിർത്തണം. അത് കേരളത്തിന്റെ ബഹുമാനായ ഗവർണറാണെങ്കിലും കേരളത്തിന്റെ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും അങ്ങേയറ്റത്തെ പിന്നെ മര്യാദഘട്ട രീതിയിൽ പെരുമാറിയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹമാണ് ഗവർണറെ എങ്ങനെ ഗവർണർ പെരുമാറണം, അല്ലെങ്കിൽ രാജ്ഭവനിൽ ഏതൊക്കെ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഈ വിദ്യാഭ്യാസ മന്ത്രിയാണ് പഠിപ്പിക്കുന്നത്. അല്ല, ആ ഒരു പോയിന്റ് ശരിയായിട്ടുള്ളൊരു പോയിന്റ് അല്ല. എന്തെന്നറിയോ, ഇപ്പം ഇവർക്ക് അങ്ങനെ ആകാം, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യും എന്ന ഒരു സമീപനം അല്ല പൊതുവായി എടുക്കേണ്ടത്. ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അങ്ങനെ ചൂണ്ടാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് സ്വയം വിലയിരുത്തണം, പരിശോധിക്കണം. അല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയട്ടെ, അദ്ദേഹം ചെയ്തത് തെറ്റുണ്ട്. ആ തെറ്റിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ അനുവദനീയമായുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരമുള്ള
എന്താണ് ട്രയൽസ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു കോടതിയിൽ. അദ്ദേഹത്തെ കോടതിയിൽ വിളിച്ചു വരുത്തിയാണ്. അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹത്തിനെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ അട്ടിമറിക്കുക എത്ര ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറയട്ടാനില്ല, അത് നമ്മൾ രണ്ടാമത്തെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അനിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അതത് പദവികൾ വഹിക്കുന്ന ആളുകൾ അവരിയ്ക്കുന്ന സ്ഥാനത്തിനോട് അവർ നീതി പുലർത്തണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ആ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് നിലവിൽ വരുമ്പോൾ ഇത് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും പാലിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള മര്യാദകളുണ്ട്. ഉദാഹരണത്തിന് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമ്മൾ വളരെ സ്നേഹപൂർവ്വം എന്താണ് വന്ന് അകത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ചില മര്യാദകളാണ്, നമ്മൾ പഠിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന ചില മര്യാദകളും കാര്യങ്ങളാണ്. ഇനി വീട്ടിൽ അച്ഛൻ വന്നാൽ, ഇപ്പോൾ ഞാനൊക്കെ എനിക്കറിയാം, എൻ്റെ അമ്മ TV കണ്ടുകൊണ്ടിരുന്നാൽ എൻ്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മ എണീക്കും. അപ്പം അത് അവരുടെ അടുത്ത് എഴുതി വെച്ചിട്ടുള്ളൊരു സാധനമില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ പെരുമാറ്റച്ചട്ടവും ഓരോ സ്ഥാനങ്ങളിരിക്കേണ്ടവർ ഇങ്ങനെ വേണം പെരുമാറാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ഭാരതത്തിൽ, നമ്മളിവിടെ നേരത്തെ പലരും പറഞ്ഞ ഈ ഭാരതത്തിലെ ചില പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊന്നും കടന്നു വരേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു തെറ്റ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള ശിക്ഷാ നടപടികൾ നേരിടും, ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന് പക്ഷേ തിരുത്താൻ അവകാശമില്ല എന്ന് പറയരുത്. കാരണം അദ്ദേഹത്തെ നിങ്ങൾ അവിടെ ഒരു പരിപാടിക്ക് വിളിച്ചു, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ രാജ്ഭവനിൽ കണ്ടിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് അതൊരു തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രോട്ടോകോൾ പോലും പാലിച്ചില്ല. അല്ല, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ചോദിച്ചൊരു ചോദ്യം എന്താണ്, രാജ്ഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എന്തൊക്കെ മര്യാദ പാലിക്കണം, അതിൽ വലിയ വീഴ്ച വരുത്തി ശിവൻകുട്ടി. പ്രോട്ടോകോൾ പാലിച്ചില്ല. പരിപാടി തുടങ്ങിയാണ് അദ്ദേഹം വന്നത്. മാത്രമല്ല, പരിപാടി തീരുന്നതിന് മുമ്പ്, അവസാനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നു. ഗവർണറോട് ഒരു വാക്ക് പോലും പറയാതെയാണ് പോകുന്നത്. അല്ല, അദ്ദേഹം താമസിച്ചു വന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം താമസിച്ചേ എത്തുള്ളൂ എന്ന് രാജ്ഭവനെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോഴും, ഞാൻ പത്രക്കാരുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോഴും അവരങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇറങ്ങിപ്പോയതിൻ്റെ പിന്നിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു ടോക്കിംഗ് ടേംസ് ഉണ്ടാവില്ല. അല്ല, ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കാനോ അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്താനോ ഗവർണർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഇല്ല. അവിടെ ഭാരതാംബയുടെ ഛായാചിത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് തന്നെ ഞാൻ പറയട്ടെ, ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ ലംഘനം സംസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള അല്ലെങ്കിൽ എൻ്റെ തലവൻ, എൻ്റെ ഭരണത്തലവൻ എന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുന്നത്, അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോകുക എന്നുള്ളത് മാത്രം. അദ്ദേഹത്തിന് അത് മാറ്റി വയ്ക്കാനുള്ള അല്ലെങ്കിൽ മാറ്റണം എന്ന് പറയാനുള്ള ഒരു പ്രോട്ടോകോൾ പ്രകാരം അതിനുള്ള അധികാരമുള്ള ആളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു തെറ്റുണ്ട്. അത് നേരത്തെയും ആവർത്തിക്കപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പം ആദ്യമായിട്ടാണെങ്കിൽ ഒരു പക്ഷേ അത് ഒരു തിരുത്തൽ മനഃപൂർവ്വമായി ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ട്. സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാനും കേട്ടതാണ്. രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തെറ്റ് എന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിനകത്തുള്ളൊരു തെറ്റെന്താണ് ഞാൻ പറയട്ടെ. ഇതിനകത്തൊരു അടിസ്ഥാനപരമായ തെറ്റ്, ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാകേണ്ട. അവിടെ ഞാനത് പറഞ്ഞു വന്നപ്പോഴാണ് അനിൽ ഇടപെട്ടത്. ഇതിനകത്ത് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഈ ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറ്റിവെച്ചത് എല്ലാവർക്കും ഇതിനകത്ത് പങ്കാളികളാകണം എന്നുള്ളൊരു താല്പര്യം അന്നത്തെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മതവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, ഒരുപാട് പലതരത്തിൽ ജാതി അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ഒരു രൂപം കൊണ്ടുവന്നാൽ അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ കുറവുണ്ടാകും എന്ന് തന്നെ അന്നത്തെ നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പലയിടത്തും ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം നമ്മൾ വന്ദേമാതരം ഉപയോഗിച്ചു, അതിന് പകരം നമ്മൾ അവിടെ ഈ ട്രൈക്കളർ പതാക ഉപയോഗിച്ചു. അവിടെ നമ്മൾ പലതരത്തിലുള്ള പുതിയ തലങ്ങൾ ആളുകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി, ആ ദേശീയ ബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് ഈ ഭാരതാംബയെ വേറെ പല സംഘടനകളും ഏറ്റെടുത്ത് അതിനകത്ത് അവരുടേതായ കൊടികൾ നൽകി, അല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞ ധ്വജം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ പരിപാടിയിൽ ഞാൻ അംഗീകരിക്കുന്നു, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ അംഗമായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആണ്. അതിനകത്തൊന്നും ഒരു അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അതോടൊപ്പം തന്നെ ഗവർണർ അങ്ങനെയാണ്. പക്ഷേ അവരൊക്കെ തെരഞ്ഞെടുത്ത അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം അവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ എന്നതുകൊണ്ട് അവിടെ വന്നാൽ അവർ വിശ്വസിക്കുന്ന ആശയങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇവിടെ നടപ്പാക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാനും പറ്റില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് അതാണ് ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ ശക്തി. ഈ ഭരണഘടന ഉണ്ടാകിയപ്പോൾ തന്നെ ആ ഭരണഘടന ഇങ്ങനെ ഉണ്ടാകണം എന്ന് അന്നത്തെ അതിൽ പങ്കെടുത്തിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ആ ഭരണഘടനയിൽ ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാം,
അങ്ങനെ ഭാവിയിൽ സംഭവിച്ചാൽ ആരധികാരത്തിൽ വന്നാലും ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന ഉത്തമ ബോധ്യം അത്ര ദീർഘവീക്ഷണമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തത്. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ സംഭവിച്ചെന്താണ്? 3 വർഷത്തെ മൂന്നാം ടൈമിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഭരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം BJPക്ക് ഉണ്ടായില്ലേ? എന്താ കാര്യം? രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു ഇപ്പോഴും, അതിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവർണർ ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, അവരെല്ലാവരും മറ്റുള്ളവർക്ക് മാതൃകയായി പെരുമാറണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പാർട്ടിയുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വിരുദ്ധമായി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എതിർപ്പുകൾ ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ പരിപാടി എന്ത് ഭംഗിയായി മുന്നോട്ട് പോകുമായിരുന്നു? ഇതൊന്നും ഇല്ലെങ്കിലും ആ പരിപാടി ഗംഭീരാവില്ലേ? ആ പരിപാടിക്ക് അവിടെ ഡോക്ടർ ജയരാജ് പറഞ്ഞതിനോട് യോജിച്ച് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവിടെ കുട്ടികൾ, അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയാണ്. അവരൊരു പതാക ഉണ്ടെന്നേ. ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് ഒരു പതാക ഉണ്ട്, എന്തുകൊണ്ട് ആ പതാക അവിടെ പ്രദർശിപ്പിച്ചില്ല? ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ അത് പ്രദർശിപ്പിക്കാമല്ലോ. അല്ലല്ല, അതല്ലല്ലോ നമ്മൾ എവിടെയാ പരിപാടി നടത്തുന്നത്? രാജ്ഭവനല്ലേ? രാജ്ഭവന്റെ അതോറിറ്റി ആരാണ്? രാജ്ഭവനിലാവാമല്ലോ. അല്ല, രാജ്ഭവനെ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രമാക്കാൻ കഴിയും? ഒരിക്കലും. അവിടെ അവിടുത്തെ ഈ വിവാദം ഒറ്റ പരിപാടി പറയുന്നവർക്ക് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പതാക അവിടെ വെക്കണം എന്ന് പറയാമല്ലോ. അല്ല, അത് വെക്കാമെന്ന് പറയാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഭാരതാംബ എന്ന് പറയുന്ന വിഷയവും അതും അവിടെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഭാരതാംബയുടെ കയ്യിൽ ത്രിവർണ്ണ പതാകയാണ്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ആ പതാകയാണ് കയ്യിലിരുന്നെങ്കിൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അല്ലേ, എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭാരതാംബ ഈ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അതിന് പകരം ഈ കാവിക്കൊടി, അതായത് നിങ്ങൾ പറഞ്ഞ ധ്വജം, RSSൻ്റെ ധ്വജം, അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ പൊതു ഖജനാവിൻ്റെ പണം എടുത്തുകൊണ്ടുള്ള സ്ഥാനങ്ങളിൽ ഇത് ഒരാൾ മാത്രമല്ല, ഞാൻ പറയുന്ന എല്ലാ ആളുകളുടെയും കാര്യമാണ്. നാളെ ഇവിടെ പിന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തീരുമാനിക്കുകയാണ്, ഇവിടുത്തെ സർക്കാർ പരിപാടികളിലെല്ലാം ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടിയുണ്ടല്ലോ, ആ അരിവാൾ ചുറ്റിക നക്ഷത്രവും ആ ചുവപ്പ് കൊടിയും വയ്ക്കാൻ തീരുമാനിച്ചാൽ അതൊക്കെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ ക്ഷേത്രോത്സവങ്ങളിൽ കാവിത്തോരണങ്ങൾ പാടില്ല എന്നുള്ള, ഇതൊന്നും പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ഷേത്രോത്സവങ്ങളിൽ കാവിത്തോരണങ്ങൾ പാടില്ല എന്ന സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ. അല്ല അനിലേ, ഞാനും അനിലും കൂടെ ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൊല്ലത്ത് ചെഗ്വേരയുടെ ചിത്രവും അതോടൊപ്പം തന്നെ ചുവന്ന കൊടിയും അവിടുത്തെ അമ്പലത്തിനകത്ത് കാണിച്ചപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നിശിതമായി വിമർശിച്ച ആളാണ് ഞാൻ. കാരണം അതെന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളുടേതായ സ്വകാര്യ സ്ഥലമാണ്. അവിടെ പോയി കൊണ്ട് കൊടി കാണിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അല്ല, ഹൈക്കോടതി ഇടപെട്ടിട്ടും കടക്കക്ഷേത്ര വിവാദത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടും അത് തിരുത്തിച്ചിട്ടും പിന്നെയും മലബാറിലെ ക്ഷേത്രങ്ങളിൽ ഇതേ ചെഗുവേരയുടെ പിന്നെ ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഈ ഇടതുപക്ഷം, എസ്പെഷ്യലി CPMകാർ, അവർ നിയമത്തിന് പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല. ആ അക്കൂട്ടരാണിപ്പോൾ ഭരണഘടന ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങൾ പിന്നെ അത് സ്വയം പഠിക്കേണ്ട ആളുകളാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള സ്വയം അത് പഠിക്കേണ്ട ആളുകളാണ് ഇപ്പോൾ ഗവർണർ ഇങ്ങനെയൊക്കെ പോയേ പറ്റൂ എന്ന വാശി പിടിക്കുന്നത്. അല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നതാണ് ശരിയെന്ന് അനിൽ പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തെറ്റെന്ന് തന്നെ നമ്മൾ പറയാം. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഡോക്ടർ B ജയരാജും ഡോക്ടർ GV ഹരിയും പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവും. ഭരണഘടന പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഭരണഘടനാ മൂല്യങ്ങൾ കാത്ത് സൂക്ഷിക്കണം. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതിൽ വാസ്തവമുണ്ടോ? അത് ജയരാജിൻ്റെത് പകുതിയേ കേട്ടുള്ളൂ. പക്ഷേ ഹരി പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാം കേട്ടു. ഓക്കെ, ഹരി പറഞ്ഞതിൽ വളരെ ഏറ്റവും സാരവത്തായ ഒരു വിഷയം ഈ ജറി പതാക അല്ലെങ്കിൽ ഭഗവത് ധ്വജം എന്ന പദം അല്ലെങ്കിൽ എന്ന രീതിയിൽ ഈ കൊടിയെ ആരാധിക്കുന്നത് RSSകാരാണെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മണ്ടത്തരമാണ്. കാരണം രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന്റെ പ്രതിനിധി അഥവാ ട്രസ്റ്റി എന്ന കവിതയിൽ എന്ന നാടകത്തിന്റെ കവിതാഭാഗത്ത് അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോർ എഴുതി വെച്ചിട്ടുണ്ട്, ശിവാജി മഹാരാജ്, ഛത്രപതി ശിവാജി മഹാരാജ്. ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ ഈ ചർച്ച നടന്ന ഇതേ കാര്യം ആവർത്തിച്ചതാണ്. എങ്കിലും ഹരിയുടെയും മറ്റ് കോൺഗ്രസ്സുകാരുടെയും അറിവിലേക്ക് പറയുകയാണ്. കാരണം ഇത് പറയാതിരിക്കാൻ വയ്യ. RSSകാരാണ് ഭഗവത് ധ്വജം എന്നുള്ള പദം കൊണ്ടുവന്നത്.
അല്ലെങ്കിൽ ഭഗവ എന്ന് പറഞ്ഞാൽ RSSന്റേതാണെന്ന് പറയുന്നിടത്ത് തന്നെ എത്രത്തോളം ഇവർക്ക് ഈ ഒരു പരിസരത്ത് വായന കുറവുണ്ട് എന്നുള്ള തെളിവാണത്. ലാലാ ലജ്പത് റായ്, പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ടിരുന്ന ലാലാ ലജ്പത് റായ്, അല്ലെങ്കിൽ ലോകമാന്യ ബാലഗംഗാധര തിലകൻ, ഛത്രപതി ശിവാജി മഹാരാജിനാൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഫ്രീഡം ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ഗാന്ധി മാത്രമാണ്. അത് തെറ്റായ ഒരു ചിന്താഗതിയും വാദവുമാണ്. എക്കാലത്തും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ മൃഷാപവാദമാണത്. അത് മനസ്സിലാക്കണമെങ്കിൽ കോളിൻസിന് ലാപ്പിയറിന്റെയും പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചവർക്ക് അറിയാം എന്തൊക്കെയാണ് ചരിത്രത്തിന്റെ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് നമുക്കറിയാം. അതിൽ ഹരി പറഞ്ഞൊരു കാര്യം എനിക്ക് ഏറ്റവും രസകരമായി തോന്നി. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എല്ലാ വിഭാഗങ്ങളും വന്നു ചേരട്ടെ എന്ന് കരുതിയിട്ടാണ് ത്രിവർണ പതാക ഉണ്ടാക്കിയതെന്നാണ്. ഇപ്പൊ ത്രിവർണ പതാക എന്ന് പറഞ്ഞാൽ യഥാക്രമം അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ളതാണ്. എന്നാൽ രാഷ്ട്രത്തിന് ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ടെന്നും അത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കോമൺ ആണെന്നുമുള്ള വസ്തുത ഇവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് കാവി ഹിന്ദുവിൻ്റെത് മാത്രമായി തോന്നുന്നത്. അപ്പൊ അതിലൊരു രസകരമായ സംഗതി, ഈ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയത് ശിവാജി മഹാരാജിന്റെ ഗുരു രാംദാസ് എന്ന മഹാനായ ഗുരു ശിവാജി മഹാരാജിനോടൊപ്പം ഭിക്ഷയെടുത്തു എന്നാണ്. ഉടനെ ശിവാജി പറയുകയാണ്, എന്റെ ഒരു രാജാവ് എന്ന അഹന്തയെ അങ്ങ് തച്ചുടച്ച് കളഞ്ഞു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോ രാംദാസ് പറയും, ഇതൊക്കെ ടാഗോർ എഴുതിയതാണ്. രാംദാസ് പറയുകയാണ്, നീ ഈ രാജ്യത്തിന്റെ കേവലം ഒരു പ്രതിനിധി മാത്രമാണ്, ഈ രാജ്യം നിന്റേതാണെന്ന ചിന്ത വേണ്ട. നീ ഇവിടെ ഒരു പ്രോപ്പറായിട്ട്, ഒരു സാധാരണക്കാരനായി, ദരിദ്രനായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊള്ളണം. ഇതിന്റെ ഒരു ട്രസ്റ്റി മാത്രമാണ് നീ. ഈ രാജ്യത്തിന്റെ ഏറ്റവും പൂർവ്വ സംസ്കാരമായ ഋഗ്വേദീയ സംസ്കാരത്തിന്റെ ആദ്യത്തെ ധ്വനി തന്നെ അഗ്നിം എന്നാണ്. ആ അഗ്നിയെ, ത്യാഗപൂർണമായ അഗ്നിയെ, പവിത്രതയെ, സാംസ്കാരിക വിശുദ്ധിയെ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു നിറമായിട്ടാണ് കാവിയെ, സന്യാസിമാരടക്കം കാവി ഉടുക്കുന്നതിന് കാരണം ത്യാഗത്തിന്റെ നിറമായിട്ടാണ്. അതായത് എല്ലാം വിട്ടു. അതുപോലെ രാജാവും ഇതിന്റെ വെറും ഒരു സേവകനാണ്, ഈ രാജ്യത്തിന്റെ സേവകൻ മാത്രമാണ്, ജസ്റ്റ് എ സെർവന്റ് ഓഫ് ദി നേഷൻ. അല്ലാതെ പ്രൈം മിനിസ്റ്റർ എന്നോ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നോ സ്വന്തമായിട്ട് ഭാരതരത്ന എഴുതിയെടുക്കാമെന്നോ എന്നുള്ള ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു ഭരണാധികാരി മാത്രം എന്ന രീതിയിൽ ഭരിക്കണം എന്നതിന്റെ സൂചനയായിട്ടാണ് ഈ ജെറി പതാക വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് മറാഠ സാമ്രാജ്യം, ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ് ഈ തന്റെ ഗുരുവിന്റെ ആ കാവി വസ്ത്രത്തെ, കാരണം അത് ത്യാഗത്തെയും ഭാരതത്തിന്റെ ഏറ്റവും പഴയ സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നതാണ്, അതിനെ എടുത്താണ് ഈ പതാകയായിട്ട് ഹിന്ദുരാഷ്ട്രത്തിന്റെ പതാക. ആ ഹിന്ദുരാഷ്ട്രം എന്താണ്? ആ ഹിന്ദുരാഷ്ട്രം എന്നത് രാജാവ് രാജ്യത്തിന്റെ ട്രസ്റ്റി മാത്രമാണെന്ന് കാണിക്കാനുള്ളതാണ്. അപ്പൊ ത്യാഗത്തിനെ പ്രധാനമായിട്ടും സേവന നിരതമായ ജീവിതചര്യയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം 1925 രൂപീകൃതമായപ്പോൾ അവർ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിലും അതിന്റെ പശ്ചാത്തലത്തിലും അഭിമാനിക്കുന്നവരായതുകൊണ്ട് ആ ശിവാജി മഹാരാജിന്റെ, അല്ലെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ശ്ലാഘിച്ച, ലാലാ ലജ്പത് റായ് ശ്ലാഘിച്ച ബാലഗംഗാധര തിലകൻ ശിവാജി ദിവസം തന്നെ, ശിവാജി ജന്മോത്സവം കൊണ്ടാടുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള അഭിമാനമുള്ള കോൺഗ്രസ്സുകാരും ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ശിവാജി മഹാരാജോ കാവി പതാകയോ തൊട്ടുകൂടായ്മ ഇല്ലാത്ത ഒന്നായിരുന്നു. ഞാൻ ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ്സുകാരന് സാധിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നേരത്തെ അദ്ദേഹം ഒരു ഇലക്ട്രൽ പോളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഒരു സിംഹ ഭൂരിപക്ഷം കിട്ടാത്തതിന്റെ കാരണം ഇങ്ങനെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും, അതാണല്ലോ പറഞ്ഞതിന്റെ വ്യെങ്ക്യം അതാണ്, അവഗണിക്കുന്നതുകൊണ്ടാണെന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. എന്നുവെച്ചാൽ മതേതരമായിട്ടുള്ള കാര്യങ്ങൾ പറയാത്തതുകൊണ്ടാണ് BJPക്ക് ഇങ്ങനെ വരുന്നത്, കാവി എന്ന് പറയുന്നതുകൊണ്ടാണ്. എന്റെ ചോദ്യം, BJP ഇതിപ്പോ 3rd ടേം ആണല്ലേ, BJP അനുദിനം, ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്റെ അറിവിൽ വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവർ പോലും പറഞ്ഞു, ഇത്തരത്തിൽ ഒരു പ്രക്രിയ, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP-യെ, അതായത് ഡോക്ടർ ശശി തരൂരിനെ പോലെ ഒരാളെ എങ്ങനെ ഏറ്റവും ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാന്ന് കാണിച്ചതെന്ന് ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരിക്കും ഇദ്ദേഹം എന്ന് പറഞ്ഞു. അതിന് കാരണം ഈ കോൺഗ്രസ്സുകാരുടെ ഉള്ളിൽ പോലും മോദിയോട് ഒരു റെസ്പെക്ട്, ആരാധന തോന്നിത്തുടങ്ങും വിധത്തിൽ അനുദിനം മോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യൂട്യൂബറെ വാടകയ്ക്ക് എടുത്തിട്ട് ജോർജ് സോറോസ് കാണിച്ച നാടകത്തിന്റെ ഒക്കെ പ്രതിഫലനമായിട്ട് ചിലപ്പോഴൊക്കെ ചിലരൊക്കെ മാറ്റി ചിന്തിച്ചിരിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അന്നുള്ള, ഞാൻ ഇപ്പൊ പറയുന്നു, ഇപ്പോൾ റൈറ്റ് നൗ, ഇപ്പോൾ ഒരു ഇലക്ഷൻ നടത്തിയാൽ മോദി അതിഭീകരമായ ഭൂരിപക്ഷത്തോടു കൂടി മോദിയുടെ സർക്കാർ വീണ്ടും ഇവിടെ അധികാരത്തിൽ വരും.
കാരണം അത്രയ്ക്കധികം. കാരണം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രസ്താവന, ഒരു ശരാശരി കോൺഗ്രസ്സുകാരന്റെയും കമ്മ്യൂണിസ്റ്റുകാരന്റെയും മനസ്സ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ടാണല്ലോ ഹരിക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിവസ്ത്രം പോലും ജനങ്ങളെ കാണിക്കുന്ന വിധത്തിൽ കയറി നിന്ന് ചാടിക്കളിച്ച് കമ്പ്യൂട്ടറിന്റെ ഇത് നമ്മൾ പറയില്ലേ, ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുക എന്ന് പറഞ്ഞ പോലെ അല്ലേ കാണിച്ചിരുന്നത്. അതിനെയൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്നത് അദ്ദേഹം സംസാരിക്കുന്ന നാഷണൽ പൊളിറ്റിക്സ് ആണ്. അദ്ദേഹം കേരളത്തിലെ പൊളിറ്റിക്സ് അല്ല ഹരി സംസാരിക്കുന്നത് നമ്മളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ എന്ന രീതിയിലാണ്. പക്ഷെ ഹരി ഇതിൽ ചില സത്യങ്ങൾ അറിയാതെ മറച്ചു വെച്ച് പോകുന്നുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്തിൽ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണെന്നൊരു ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഓർക്കുന്നുണ്ടാവുമല്ലോ അനിൽജി? അതെ അതെ. അങ്ങനെ ഒരു മതത്തെ എടുത്തുകൊണ്ട് മറ്റുള്ള ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ യാതൊരു അവകാശവും ഇല്ലാത്ത സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാണെന്ന വ്യംഗ്യം കോൺഗ്രസ് നെഹ്റുവിന്റെ കാലം മുതലേ രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. അതിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദിയെ തിരിച്ച് അധികാരത്തിൽ എത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ, നേരത്തെ ഹരി പറഞ്ഞ പോലെ ഓടുപൊളിച്ച് ഇറങ്ങി വന്നതല്ല നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും, ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് എന്തു വിലയാണ് ഇവിടെ ഉള്ളതെന്ന് ശരിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അത് എന്താന്ന് വെച്ചാൽ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സ് എല്ലാവർക്കും മതം നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കത്തോലിക്കർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ഒരു ഹിന്ദുവിനെ കൊണ്ടു നിർത്തിയിട്ട് അങ്ങനെയല്ലല്ലോ. എല്ലായിടത്തും എപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മത കക്ഷികളുടെ അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഓരോരോ മതത്തിന്റെയും ബലമുള്ള സ്ഥലത്ത് അതത് രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും രാഷ്ട്രീയം കളിക്കുന്നത്. അത് BJP കളിച്ചാൽ അതിന് വർഗീയ എന്ന് പേര്, കോൺഗ്രസ് കളിച്ചാൽ അതിന് മതേതര എന്ന് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് ഹരിക്ക് അറിയാം. ഹരി അത് മറച്ചു വെക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കോൺഗ്രസിൽ അപൂർവമായി കേരളത്തിൽ അവശേഷിക്കുന്ന അല്പം നന്നായി സംസാരിക്കുന്ന ഒരാളാണ് ഹരി. അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ ഖാദി പതാക ഭഗവ എന്നത്, ഈ ധ്വജം എന്നു മുതലാണ് നിങ്ങൾക്ക് അസ്പൃശ്യമായത്? ബാലഗംഗാധര തിലകനില്ലാത്ത അസ്പൃശ്യത, ലാലാ ലജ്പത് റായിക്കില്ലാത്ത അസ്പൃശ്യത, രവീന്ദ്രനാഥ ടാഗോറിനില്ലാത്ത അസ്പൃശ്യത പോട്ടെ, അനുശീലൻ സമിതി അക്കാലത്തെ റവല്യൂഷണറി യുവാക്കളുടെ റവല്യൂഷണറി ഗ്രൂപ്പായിരുന്നു ബംഗാളിലെ. അവർ എന്താണ് അവരുടെ വോർ ക്രൈ ആയിട്ട്, അതായത് സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യമായിട്ട് എടുത്തത്? ഛത്രപതി ശിവാജി മഹാരാജ് ഉപയോഗിച്ചിരുന്ന ഹർ ഹർ മഹാദേവ് എന്ന അതേ മുദ്രാവാക്യം യാതൊരു ചിന്തയുമില്ലാതെ അനുശീലൻ സമിതി എടുത്തു. അതിലെല്ലാ മതക്കാരും പ്രവർത്തിച്ചല്ലോ. അപ്പൊ ഇത് സാംസ്കാരിക ഭാരതത്തിന് ഐക്യമുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ അതേ സ്തുതികൾ തന്നെയാണ് നെഹ്റുവിൻ കോൺഗ്രസും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അഭിമാനമുള്ള, സ്വന്തം ധർമ്മത്തിൽ അഭിമാനമുള്ള ഹിന്ദുക്കൾ കോൺഗ്രസിനെ മൂലക്കിരുത്തിയത്. അതേപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. BJPക്ക് ഭൂരിപക്ഷം കുറഞ്ഞ വിഷയങ്ങളെ പറയുന്നുള്ളൂ. കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ ഈ രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലെയായി പോയി എന്ന് അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ രീതിയാണെന്ന് എടുക്കാം. പക്ഷെ അദ്ദേഹം തമസ്കരിക്കുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് ക്രൂരന്മാരായ മുഗളന്മാർക്കെതിരെ നടത്തിയ നമ്മുടെ യുദ്ധത്തെ പറ്റി അങ്ങ് സംസാരിക്കുന്നില്ല. ഹിന്ദു സാമ്രാജ്യം എന്നത് ഹിന്ദു സാംസ്കാരിക സാമ്രാജ്യമാണ്. ആ സാംസ്കാരിക സാമ്രാജ്യത്തിന്റെ കൊടിയുടെ അടയാളമാണ്, അല്ലെങ്കിൽ കൊടിയുടെ നിറമാണ് കാവി എന്നത്. ഇനി ഗവർണർ രാജ്ഭവൻ അത് വെച്ചത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന ടെൻഷൻസിനെ പറ്റി പറഞ്ഞപ്പോ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചരിത്രബോധം ഉണ്ടായിട്ടാണ് അത് പറയുന്നത്? കേവലം കേരളത്തിലെ വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകര ശക്തികളോട് ഐക്യപ്പെട്ടുകൊണ്ട് അത്തരം വോട്ടുകൾ സമ്പാദിക്കാനുള്ള വെറും ഒരു ഗിമ്മിക് മാത്രമല്ലേ അത്? അതിനെപ്പറ്റി എന്താണ് ആരും ഒന്നും ഭർസിച്ച് പറയാത്തത്? ഇസ്രായേൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു റെഫറൻഡം എടുക്കുക. കേരളത്തിലെ ജനതയ്ക്കിടയിൽ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിനെ പറ്റി, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പറ്റി ഒരു പൊതു അഭിപ്രായ സർവേ എടുത്താൽ അതിൽ കടുത്ത മുസ്ലിം മൈൻഡ് സെറ്റ് ഉള്ളവരല്ലാത്ത എല്ലാവരും തന്നെയും പറയും ഇസ്രായേൽ നടത്തുന്നത് ഇന്നല്ല 48 മുതൽ ഒരു സർവൈവൽ ഫൈറ്റ് ആണെന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇസ്രായേൽ വിരുദ്ധത ഒരു മതേതര ജനാധിപത്യ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രമെന്നും ജിഹാദ് നടത്തുന്ന രാഷ്ട്രത്തെ നല്ല രാഷ്ട്രം എന്ന് പറയുന്നത്? അപ്പൊ കൃത്യമായും ഇവർ കളിക്കുന്ന ഭീകരവാദത്തിനെ തലോടുന്ന രീതിക്ക് കയ്യടി കൊടുക്കുകയും രാജ്ഭവനിൽ ഇറാനിലുള്ള ഇറാനികളും അതുപോലെ വിദേശത്തുള്ള ഇറാനികൾ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുദ്രാവാക്യം മുഴക്കുക വേണ്ടി. അല്ല, അത് പോട്ടെ. കഴിഞ്ഞ വർഷമല്ലേ, കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് 2023 ഇറാനിലെ പെൺകുട്ടികൾ അവർ മുടി മുറിച്ച് ഈ രാജ്യത്തിനെതിരെ ഇറാനെതിരെ സമരം ചെയ്ത് എന്തിനായിരുന്നു അത്? എല്ലാവരും ബുർഖ ധരിച്ചു മാത്രമേ പബ്ലിക്കിൽ ഇറങ്ങാവൂ,
കടുത്ത ഇസ്ലാമിക ശരിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഇതേ ടെഹ്റാനിൽ എത്രയോ ആയിരക്കണക്കിന് യുവതികൾ, അതിൽ 2-3 യുവതികൾ പോലീസിന്റെ ചവിട്ടേറ്റ് മരിക്കുകയും ചെയ്തു. അതെ. ലോകം മുഴുവൻ വെളിച്ചത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഇരുണ്ട പർദ്ദയ്ക്കുള്ളിലേക്ക് മനുഷ്യരെ കയറ്റിയിടുന്നത് പുരോഗമനപരമാണെന്ന് പറയുന്ന രണ്ട് കക്ഷികളെ ലോകത്തുള്ളൂ. അത് ഇന്ത്യയിലെ കോൺഗ്രസും ഈ കേരളത്തിലെ CPM മാത്രമാണ്. അപ്പൊ ഇതെന്തിന്റെ ഭാഗമാണ്? ഈ ഭഗവാൻ വെച്ച ആർക്കാണ് വേദനിക്കുന്നത്? സത്യത്തിൽ ശിവൻകുട്ടിക്കല്ല വേദനിക്കുന്നത്. ശിവൻകുട്ടി അടക്കമുള്ള ഗവൺമെന്റിനെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ചെയ്യുന്ന ഇവിടെ സംഘടിതമായ ഒരു ജിഹാദി മതത്തിന്റെ ആവശ്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ സർക്കാർ 2023 ഒക്ടോബറിൽ ഒരു വലിയൊരു വമ്പൻ റാലി ഇവിടെ കേരളത്തിൽ നടത്തിയില്ലേ? ഈ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ട്. ഇസ്രായേലിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നില്ലേ? ഇസ്രായേൽ കുടുംബങ്ങൾ ബന്ദികളായ 500 പേരെ വെച്ചിരിക്കുന്നു. ഒരു കുടുംബത്തെ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി ഓരോരുത്തരെയും അച്ഛന്റെ അമ്മയുടെ കൺമുമ്പിൽ വെച്ചിട്ട് ജിഹാദികൾ കൊല്ലുന്നുള്ള വീഡിയോകൾ ഇപ്പൊ പുറത്തുണ്ട്, കാണുന്നില്ലേ അത്? അപ്പോ ഇത് ഏകപക്ഷീയമായ ഇസ്ലാമിക ഭീകരവാദത്തെ സന്തോഷിപ്പിക്കാനുള്ള പ്രസ്താവനകൾ മാത്രമാണ് ഇവിടെ കേരളത്തിൽ ഈ രണ്ട് കക്ഷികളും നടത്തുന്നത്. അവർക്ക് ഹിന്ദുക്കളോട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അതേ മനോഭാവമാണ്. എന്തെങ്കിലും ഉള്ളത് നക്കിയിട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, അതുപോലെ ഹിന്ദുക്കൾ എച്ചിൽ നിന്ന് ജീവിച്ചാൽ മതി. ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്തിൽ ഏറ്റവും ആദ്യത്തെ അധികാരം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞ ഏക പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അതിന് ഹിന്ദുക്കൾ കൊടുത്ത മറുപടിയാണ് നരേന്ദ്രമോദി. അപ്പൊ അത് അന്ന് മുതൽ മൂലയ്ക്കിരിക്കുന്ന കോൺഗ്രസ് ഇപ്പൊ പറയണം നിങ്ങളെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ, അത് നിങ്ങൾ മതേതരങ്ങൾ ഉയർത്തിപ്പിടിക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പൊളിറ്റിക്കലിയും കൾച്ചറലിയും പരാജയപ്പെട്ട ഒരു കക്ഷിയുടെ നേതാവ് പറയുന്ന ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയൂ. ഒന്നുകൂടി പറയാം, രവീന്ദ്രനാഥ് ടാഗോറിനും ലാലാ ലജ്പത് റോയ്ക്കും അല്ലെങ്കിൽ ബാലഗംഗാധര തിലകനും ഇല്ലാത്ത എന്ത് പ്രത്യേക നാഷണലിസമാണ് ഈ കോൺഗ്രസിന്റെ ആധുനിക നേതാക്കൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊക്കെ ചോരയും നീരും കൊടുത്തവരാണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്കൊന്നും തൊട്ടുകൂടായ്മ ഇല്ലാത്ത കാവി നിറം കാണുമ്പോൾ ഹാലിളകുന്നത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക മാത്രമല്ല, മുക്രികളെ പോലെ അറബി വേഷം കെട്ടിയിട്ട് സംസ്ഥാന സമ്മേളനത്തിന് ശരിക്കും പറഞ്ഞ ഇസ്ലാമിക ബാങ്ക് കൊടുക്കുന്നവരെ പോലെ തലയില് അല്ല ഞാൻ പാർട്ടി കോൺഗ്രസ് ഹോക്കിൻസ് കുക്കറിന്റെ വാഷറും തലയിൽ കെട്ടി പച്ച കള്ളിക്കള്ളി കുപ്പായം ഇട്ടിട്ട് അറബി വേഷം കെട്ടിയിരിക്കുന്ന ഇവർക്ക് ഹിന്ദുക്കളുടെ ഒരു കുറി തൊട്ടാൽ അത് വർഗീയതയായി. പാർട്ടി മെമ്പർ കുറി തൊട്ടു വന്നുള്ള അവസ്ഥ എന്താ? ശബരിമലയ്ക്ക് പോയതിന് ഞങ്ങളുടെ നാട്ടിൽ 2-3 പേരെ പണ്ട് പാർട്ടിയിൽ പുറത്താക്കിയിരുന്നു. അപ്പൊ ഹിന്ദുക്കളുടെ നാട്ടിൽ എല്ലാം തന്നെയും അത് കാവി പതാക എന്നല്ല, കുറി എന്നല്ല, കയ്യിലെ ചരടെന്നല്ല, എല്ലാം ഇവർക്ക് അസ്പൃശ്യമാണ്. അമ്പലത്തിലെ ഫണ്ട് ഒഴികെ ബാക്കിയെല്ലാം ഇവർക്ക് കണ്ടുകൂടാത്താണ്. അതുകൊണ്ട് കൂസലില്ലാതെ നാം ഏവരും ഇവരുടെ മുമ്പിൽ തന്നെ കാവി പതാക വഹിച്ചുകൊണ്ട് പോവേണ്ടതാണെന്നാണ് എനിക്ക് ഇത്തരണത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. പെന്തക്കോസ്തുകാരുടെ പുകഴ്ത്തലിൽ ഇങ്ങനെ പുളകിത ഗാത്രനായി നിൽക്കുന്ന ശിവൻകുട്ടിയെ കണ്ടല്ലോ. അതെ 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 ഓ ശിവൻകുട്ടി സാറ് പെന്തക്കോസ്തുകാരെ സ്തുതിക്കുമ്പോ കൈകൊട്ടി എന്തൊരു വിനയമാണ്. അതേസമയത്ത് ശബരിമലയിൽ കൊടുത്ത തീർത്ഥം കൊണ്ട് കൈ കഴുകിയ ഒരു ദേവസ്വം മന്ത്രിയുണ്ട് ഈ നാട്ടിൽ. അതെ അതെ. അപ്പൊ ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗ് സിൻഡ്രോമാണ് ഇതൊക്കെ. മൻമോഹൻ സിംഗിന്റെ പാർട്ടിക്ക് വന്ന ഗതി തന്നെ അവസാനം വരും. കാരണം ഇതുകൊണ്ട് കൂടുതൽ ഹിന്ദുക്കൾ കൺസോളിഡേറ്റ് ആവുകയാണ്. കൂടുതൽ ഹിന്ദുക്കൾ ഇത് മൗനമായി വീക്ഷിച്ച് കൺസോളിഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കോൺഗ്രസിന് അടുത്ത നൂറ്റാണ്ടിലെങ്കിലും വന്നാൽ രക്ഷപ്പെടാം. ശ്രീ RV ബാബു, എന്തായാലും കൊടിയിലാടി ഇപ്പോഴൊന്നും അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഗവർണറുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്ന് കോഴിക്കോട് SFIക്കാർ ഇറങ്ങി അടിക്കാൻ നോക്കി. ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ BJPക്കാരെ CPMകാർ തെരുവിലിറങ്ങി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പെട്ടെന്നൊന്നും ഒരു അവസാനം ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. അല്ല, ഈ കായികമായി നേരിടുന്ന സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നലെ തുടങ്ങിയതല്ലോ. ഇപ്പം നവകേരള സദസ്സിൻ്റെ യാത്ര വന്ന സമയത്ത് പിണറായി വിജയൻ്റെ ആ യാത്രയിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച ആളുകൾ അവരെയൊക്കെ പാർട്ടിക്കാരാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കണ്ടതല്ലേ, ഹെൽമെറ്റിന് അടിക്കുക, ചെടിച്ചട്ടിക്ക് അടിക്കുക, അങ്ങനെ ക്രൂരമായി എതിർക്കുന്നവരെ മുഴുവൻ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ, DYFI ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ശിവൻകുട്ടി ചെയ്തത് അങ്ങേയറ്റം അപമാനകരമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ
തലവൻ എന്ന നിലയ്ക്ക് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾക്കെതിരെ മറ്റൊരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾ നടത്തിയ അതിനിന്ദ്യമായ പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് ആ പരിപാടി പോകാതിരിക്കാം, അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പറയാം, ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതമാതാവിൻ്റെ ചിത്രത്തെ അവഗണിക്കാം, ഇതൊക്കെ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ നിലവിളക്ക് കൊളുത്താൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, നിലവിളക്ക് കൊളുത്തുന്നത് അവരുടെ മതവിശ്വാസത്തിനെതിരാണെന്ന് വിശ്വസിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്തായാലും അങ്ങനെയുള്ള ആൾ, പ്രത്യേകിച്ച് മുസ്ലിം നേതാക്കന്മാർ പൊതുവെ അങ്ങനെയുള്ള വിശ്വാസക്കാരാണ്. പക്ഷേ നിലവിളക്ക് കൊളുത്തുന്നു എന്നുള്ളത് കൊണ്ട് ആ ചടങ്ങിൽ അവർ പങ്കെടുക്കാതിരിക്കാറില്ല. അവർ ആ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കും. ആ നിലവിളക്ക് കൊളുത്താൻ അവരെ ഏൽപ്പിച്ചാൽ അത് മറ്റാരെ കൊണ്ടെങ്കിലും കൊളുത്തിക്കും. അതാണ് സാമാന്യ മര്യാദ. ഇവിടെ ഗവർണർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ശിവൻകുട്ടി അധ്യക്ഷനായി പോകേണ്ട ഒരു പരിപാടിയിൽ ശിവൻകുട്ടി അവിടെ നേരെ വൈകി ചെല്ലുന്നു. ശിവൻകുട്ടി ആ പരിപാടി തീരുന്നതിന് മുമ്പ് പോരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഭരണഘടനാ ലംഘനം, പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് മന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ അങ്ങനെ ഒരു ഛായാചിത്രം, ഭാരതാംബയുടെ ചിത്രം വെച്ചത് ഭരണഘടനാ ലംഘനമാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. ഇന്നിവിടെ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരും പറഞ്ഞു, ജയരാജും ഹരിയും പറയും. എനിക്ക് ഒരു രേഖ ചൂണ്ടിക്കാണിച്ചാൽ മതി, പ്രോട്ടോകോൾ നിയമത്തിലെ ഒരു കാര്യം പറഞ്ഞാൽ മതി, അവിടെ അങ്ങനെ ഒരു ഫോട്ടോ വെക്കാൻ പാടില്ലാത്തതാണ് എന്ന് പ്രോട്ടോകോളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു, ഭരണഘടനയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ചൂണ്ടിക്കാണിച്ചാൽ മതി. അങ്ങനെ എവിടെയാണുള്ളത്? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ അങ്ങനെ ഒരു പരാതി രേഖാമൂലം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് വസ്തുതാപരമായി തെറ്റാണ്. അങ്ങനെ ഒരു ഛായാചിത്രം അവിടെ വെക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമല്ല, ഭരണഘടനാ ലംഘനമല്ല. അത് ഗവർണറുടെ ഒരു ഡിസ്ക്രിയേഷനാണ്. ഗവർണർക്ക് അത് തീരുമാനിക്കാം. ഗവർണർ സംഘടിപ്പിക്കുന്ന പരിപാടിയും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർക്ക് തീരുമാനിക്കാം. ഗവർണർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്, എന്തൊക്കെ വേണം പരിപാടിക്ക് എന്ന് നിശ്ചയിക്കാനുള്ള പ്രിവിലേജ് ഉണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമല്ല എങ്കിൽ അത് ചെയ്യാം. ഇവിടെ ഭരണഘടനാ വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഈ നടത്തിയിരിക്കുന്നത് മുഴുവൻ ശിവൻകുട്ടി നടത്തിയിട്ടുള്ള യഥാർത്ഥത്തിൽ ഭരണഘടനയോടും ഭരണഘടനാ പദവി വഹിക്കുന്ന ആളുകളോടും ചെയ്തിട്ടുള്ള അനീതിയാണ്, അന്യായമാണ്, അവഹേളനമാണ്. ഇതൊരു കാര്യം. ശ്രീ ജയരാജ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അസത്യമാണ്, കള്ളമാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പ്രതിഷേധിക്കുന്നു അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചതിന്. കാരണം ഞാൻ പറഞ്ഞത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരകാലത്ത് എടുത്ത നടപടികൾ, നിലപാടുകൾ അതൊന്ന് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്, നമ്മുടെ ഇന്ത്യൻ ആർക്കൈവ്സിൽ ലഭ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു കാര്യവും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ RSSകാർ പറയുന്നതിനെ എതിർക്കാൻ ബൗദ്ധിക സത്യസന്ധത ആവശ്യമില്ല എന്ന് പ്രചരിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. അവരുടെ ബുദ്ധിജീവികൾ, ഇപ്പോൾ സുനിൽ പിള്ളയടം പോലുള്ള ആളുകളൊക്കെ അത് പറഞ്ഞു പറ്റിയിട്ടുണ്ട്. RSSകാരെ എതിർക്കാൻ ബൗദ്ധിക സത്യസന്ധതയുടെ ആവശ്യമില്ല, എന്ത് നുണയും പറഞ്ഞ് RSSനെ എതിർക്കാം നിങ്ങൾക്ക് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അതും പബ്ലിക് ഡൊമൈനിലുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യവും. അപ്പോൾ ഇവിടെ എന്താണ് അദ്ദേഹം ജയരാജ് പറയുന്നു, സവർക്കർ മാപ്പപേക്ഷ കൊടുത്ത ആളാണ്, സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റുകൊടുത്ത ആളാണ്, 2 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം മാപ്പപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മാത്രമല്ല മാപ്പപേക്ഷ കൊടുത്തിട്ടുള്ളത്, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകൾ ആൻഡമാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നവരൊക്കെ മാപ്പപേക്ഷ കൊടുത്തിട്ട് ഇറങ്ങി വന്നവരാ. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും ആൻഡമാൻ ജയിലിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞാൻ കോൺഗ്രസ് ഹരിയോട് ചോദിക്കാം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആരെങ്കിലും സെല്ലുലാർ ജയിൽ കണ്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സെല്ലുലാർ ജയിൽ എന്നുള്ളൊരു ജയിൽ കണ്ടിട്ടുണ്ടോ? 1924 കാൺപൂർ കലാപത്തിൽ പ്രതിയാക്കപ്പെട്ട ആളാണ് SI ഡാംഗെ. SI ഡാംഗെ എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അറിയാമോ? SI ഡാംഗെ ഏത് തരത്തിലുള്ള മാപ്പപേക്ഷയാണ് കൊടുത്തതെന്ന് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കൊടുത്ത മാപ്പപേക്ഷ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ, അത് നമ്മുടെ ഇന്ത്യൻ ആർക്കൈവ്സിലുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ. പക്ഷേ സാക്ഷാൽ മഹാത്മാഗാന്ധിജി RSS നേതാക്കന്മാരോടോ അന്നത്തെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു നേതാക്കന്മാരോടോ ചോദിച്ചിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള സംശയം. ആ സംശയം ഗാന്ധിജി ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോടാണ്. സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ ഒറ്റുകൊടുക്കുന്നു,
സ്വാതന്ത്ര്യ സമര സേനാനികളെ നിങ്ങൾ ഒറ്റുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് പി സി ജോഷിക്ക് കത്ത് എഴുതിയത് മഹാത്മാഗാന്ധിജിയാണ്. ആ കത്തും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പം ഞാനിവിടെ സവർക്കറെ എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം സവർക്കർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല. 1921 ഗാന്ധിജിയാണ് പറഞ്ഞത്, ഞാൻ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ എതിർക്കുന്നതിന് മുൻപേ തന്നെ ഈ സാമ്രാജ്യത്വത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ആളുടെ പേര് വീരവിനായക ദാമോദര സവർക്കർ എന്നാണ്. സവർക്കറുടെ പേര് മൂന്ന് വട്ടം അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സവർക്കറുടെ ധീരദേശാഭിമാനത്തെ വാഴ്ത്തിയത് 1921 മഹാത്മാഗാന്ധിജിയാണ്. ദ ബ്രേവ്, ദ ക്ലവർ, ദ റവല്യൂഷണറി എന്ന പദപ്രയോഗത്തിലൂടെ സവർക്കറെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. ഇതെല്ലാം ചരിത്ര രേഖകളാണ് ജയരാജ, നിങ്ങൾക്കത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് ബ്രിട്ടീഷ് ചാരന്മാരാണ്, അഞ്ചാം പത്തികളാണ് എന്നാണ് വിളിച്ചത്. നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ പണം പറ്റിയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് തെളിവുകൾ സഹിതം തെളിഞ്ഞതാണ്. ഇവിടെ ഉണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ശ്രീ ഹരി ഇവിടെ അതുമാത്രമല്ല, ഹരിയുടെ പ്രസ്താവനയിലേക്ക് വന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കാവ്യ പതാക RSSൻ്റേതാണ് എന്ന്. കാവ്യ പതാക RSSൻ്റേതാണ് എന്നുള്ളത് കൊണ്ടായിരുന്നോ ഹരി കോൺഗ്രസ് AICC നിയോഗിച്ച ഒരു 7 സമിതി കാവ്യ പതാകയെ നമ്മുടെ ദേശീയ പതാകയാക്കി മാറ്റണം എന്ന നിർദ്ദേശം വെച്ചത്? ആ 7 സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹരി അത്യാവശ്യം വായിക്കുന്ന ഒരാളാണെന്നാണല്ലോ വെപ്പ്. ഹരി വായിച്ചിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ ചരിത്രം? 1931 പതാക സമിതി, AICC നിയോഗിച്ച പതാക സമിതിയുടെ കണ്ടെത്തൽ എന്തായിരുന്നു? ജവഹർലാൽ നെഹ്റു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ ഹരി? സർദാർ വല്ലഭായ് പട്ടേൽ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ? അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടുന്ന കമ്മിറ്റി ആയിരുന്നില്ലേ? ആ കമ്മിറ്റിയല്ലേ പറഞ്ഞത് കാവ്യ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയാവണമെന്ന്? അത് അംഗീകരിക്കാതിരുന്നത് ഗാന്ധിജി ആയിരുന്നില്ലേ? അപ്പോൾ കാവ്യ പതാക RSSൻ്റെ പതാകയായതുകൊണ്ടാണോ അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കാവ്യ പതാകയെ നിശ്ചയിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് കാവ്യയോടുള്ള അലർജി തുടങ്ങിയത് നിങ്ങളുടെ പ്രീണന രാഷ്ട്രീയം തുടങ്ങിയത് മുതലാണ്. പ്രീണന രാഷ്ട്രീയം തുടങ്ങിയതിന് മുൻപ് ഇവിടെ ഗണേശോത്സവം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇവിടെ ഹിന്ദു സാമ്രാജ്യ ദിനം, അതായത് ശിവാജിയുടെ നമ്മുടെ സിംഹാസനാരോഹണ ചടങ്ങ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. രക്ഷാബന്ധൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. AOHയും സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ ചരിത്രമുണ്ട്. അതിനുശേഷം കോൺഗ്രസ്സിൽ ദേശീയ നേതാക്കന്മാരുടെ കാലഘട്ടം ആരംഭിച്ചപ്പോൾ കോൺഗ്രസ് നമ്മുടെ ദേശീയതയുടെ മാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അവർക്കന്ന് ഭാരതത്തിൻ്റെ ഹൈന്ദവത വർഗീയതയായിരുന്നില്ല ഹരി, ഹിന്ദുത്വം വർഗീയതയായിരുന്നില്ല. പക്ഷേ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ശ്രമിച്ചു. ബ്രിട്ടീഷുകാർക്ക് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു. കോൺഗ്രസ്സുകാർക്ക് മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കണമായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു. അതിനുവേണ്ടി നിങ്ങൾ വന്ദേമാതരം ഒഴിവാക്കി, അതിനുവേണ്ടി നിങ്ങൾ സംസ്കൃതം ഒഴിവാക്കി, അതിനുവേണ്ടി നിങ്ങൾ ഉറുദുവിനെ കൊണ്ടുവന്നു, അതിനുവേണ്ടി നിങ്ങൾ ഖിലാഫത്ത് പ്രക്ഷോഭത്തെ പിന്തുണച്ചു. ഇങ്ങനെ ഒരുപാട് മുസ്ലിം പ്രീണനം നിങ്ങൾ നടപ്പാക്കി. മുസ്ലിം അംഗങ്ങൾക്ക് നിങ്ങൾ കോൺഗ്രസ്സിൽ അംഗത്വം ഫ്രീ ആയി കൊടുത്തു. സമ്മേളനങ്ങൾ മുസ്ലിം അംഗങ്ങളെ നിങ്ങൾ ഫ്രീ ആയി പങ്കെടുപ്പിച്ചു. അവർക്ക് ഭക്ഷണം ഫ്രീ ആയി കൊടുത്തു സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന്. ഇതെല്ലാം ചരിത്ര പുസ്തകങ്ങളിലുണ്ട് സാർ, ഇതെല്ലാം ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. കോൺഗ്രസ്സുകാരെഴുതിയ പുസ്തകമാണ്, കോൺഗ്രസ്സുകാരെഴുതിയ പുസ്തകം. അപ്പോൾ നിങ്ങൾ നടത്തിയ വർഗീയ പ്രീണനം, ആ വർഗീയ പ്രീണനമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ കൊണ്ട് ദുരാഷ്ട്രവാദം എന്ന ആ വാദത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് രാജ്യം വിഭജിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ വിഭജനത്തിലേക്ക് മുസ്ലിങ്ങൾ ഞങ്ങൾ വേറെയാണ് എന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ വർഗീയ പ്രീണനം നയം കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് കാവ്യ പതാക അത് RSSൻ്റേതാണ്, ഭഗവത് പതാക RSSലാണ് കണ്ടത് എന്നുള്ള നയം അത് തെറ്റാണ്. പിന്നെ ഭാരതത്തിൻ്റെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അനിൽ അവസാനിപ്പിക്കാം. ഭാരതത്തിൻ്റെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഭാരതത്തിൻ്റെ ചിത്രം സാംസ്കാരിക ഭാരതമാണ് ഹരി, സാംസ്കാരിക ഭാരതത്തിൻ്റെ ചിത്രമാണ്. മുറിഞ്ഞറ്റു വീണു നമ്മുടെ ബ്രഹ്മദേശം
നമ്മളിന്ന് പോയി. നമുക്ക് നഷ്ടപ്പെട്ടു ഗാന്ധാര ദേശം. അതേപോലെ മനോമയമായ ലങ്ക നമുക്ക് നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സങ്കല്പം ഇപ്പോഴും കാത്തുസൂക്ഷിക്കും. ഭാരതം ഒന്നായി തീരണം. മുറിഞ്ഞറ്റുപോയത് മുഴുവൻ ചേർന്ന് ഇന്ന് ശത്രുക്കളെ പോലെ നിൽക്കുന്ന ആളുകളൊക്കെ ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിട്ട് തീരണം എന്ന സങ്കല്പം വെച്ച് പുലർത്താൻ അതിന് ഈ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. അതൊന്നും ഭരണഘടനാ വിരോധം ആയിട്ടുള്ള കാര്യമാണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? പറയാൻ സാധിക്കുമോ? അപ്പം അതുകൊണ്ട് ഭരണഘടന എന്നുള്ളതൊക്കെ പറഞ്ഞ് വെറുതെ മസിൽ പടപ്പിക്കാതിരിക്കണം. കാരണം ഭരണഘടനയിൽ ഇതൊന്നും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന നരേറ്റീവാണ്. ആ നരേറ്റീവ് ഇനി വിജയിക്കാൻ പോകുന്നില്ല. ഈ രാഷ്ട്രം അതിൻ്റെ സ്വത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹരി പറയുണ്ടായി BJPക്ക് മൂന്നാം തവണ അധികാരത്തിൽ വരാൻ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുപോയി, മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നു എന്ന്. മൂന്നാം വട്ടം തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് 50 സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളത് കാര്യം മറക്കരുത്. 2 വട്ടം അധികാരത്തിൽ വന്ന കോൺഗ്രസ് മൂന്നാം വട്ടം തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 50 സീറ്റ് പോലും കിട്ടാത്തവരാണ്. ഹരി ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ചരിത്രം ഇന്ന് എല്ലാവർക്കും അറിയാം. ഈ കാര്യം ഓർമ്മ വെക്കണം എന്നാണ് ഈ അവസരത്തിൽ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, ഡോക്ടർ ജയരാജ്, ഭാരതാംബയുടെ കൊടിയുടെ കാര്യത്തിലും അതുപോലെ ഭാരതത്തിൻ്റെ ചിത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇപ്പം ഉണ്ടായി കാണുമെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഗവർണറെയാണോ അല്ലെങ്കിൽ ഭാരതാംബയെയാണോ? അല്ല, അത് പബ്ലിക് സ്പേസിൽ നമ്മൾ വെക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പുണ്ട്. സങ്കല്പം എന്തും ആവാം, ആർക്കും എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം. പുഷ്പവിമാനം വേണമെങ്കിലും സങ്കല്പിക്കാം. അവിടെ ചെന്ന് ഹനുമാനെ പോലെ വാലും കൊളുത്തി തീ കത്തിച്ചിട്ട് തിരിച്ചു വരാം. ട്രാൻസ്നാഷണൽ ടെററിസം നടത്താം. ഇതൊക്കെ ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതൊക്കെ സങ്കല്പിച്ചോട്ടെ, എഴുതിക്കോട്ടെ, പഠിച്ചോട്ടെ. അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നിടത്താണ് 1680 മരിച്ചാണ് ഛത്രപതി ശിവജി. ഛത്രപതി ശിവജിയുടെ ചരിത്രം എത്ര കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാസാഗർ ഗുരുമൂർത്തി. അദ്ദേഹം മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്നിട്ട് അവിടുന്ന് എടുത്തുകൊണ്ടുവന്നാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു. അത് ഈ പറയുന്ന വിശാല ഭാരതത്തിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് വിഘടിച്ച് കിടന്ന സമയത്തുള്ളതാണ് ഈ മഹാരാഷ്ട്ര. അവിടെ നിന്നിട്ടാണ് അദ്ദേഹത്തിന് ദീക്ഷ കൊടുത്തെന്നോ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ ഇത്തരം നറേറ്റീവ്സും ഇത്തരം കഥകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കഥകൾ പറയാൻ ഓരോ പ്രദേശത്ത് ഓരോ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് അവദാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് പാടി നടക്കാൻ ആളുകളുമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഭഗവത്ഗീത എന്നും ഇതൊരു RSSുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് എന്നുള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ഈ ഭരണഘടന അങ്ങ് മാറ്റട്ടെന്നേ, എന്നിട്ട് തോന്നി കണക്കോലൊക്കെ ചെയ്യട്ടെ. ഭരണഘടന മാറ്റാനുള്ള ധൈര്യം ഇല്ലല്ലോ, ഭരണഘടന മാറ്റാനുള്ള ഭൂരിപക്ഷം ഇല്ലല്ലോ. ആ ഭൂരിപക്ഷം ഇല്ലാത്തടത്തോളം കാലം ഭരണഘടന അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പിന്നെ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. മഹാത്മാഗാന്ധി സവർക്കറെ കുറിച്ച് സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള സർട്ടിഫിക്കേഷൻ സോഷ്യലിസവും സെക്യുലറിസവും പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് വന്ന കാര്യങ്ങളാണോ ജയരാജേ? സോഷ്യലിസവും സെക്യുലറിസവും പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് വന്ന കാര്യങ്ങളാണോ? ആയിക്കോട്ടെ, പാർലമെന്റ് എങ്കിൽ പിന്നെ ഒഴിവാക്കാത്ത എന്തെന്നേ, അത് വെച്ചോണ്ടിരിക്കുന്ന എന്തിന്? ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. സെക്യുലറിസം പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് വെച്ചാണെന്ന് ഭരണഘടന കമ്മീഷൻ വെച്ചിട്ടാണല്ലോ 51 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഭരിക്കുന്ന എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നല്ലോ. ഇടപെടരുത്, ഇന്റർഫിയർ ചെയ്യരുത്. താങ്കൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇടപെട്ടില്ല. എനിക്ക് തീർക്കാൻ മറുപടി പറയാൻ സമയമില്ല. അതുകൊണ്ടാണ്. പ്ലീസ് ആർ വി ബാബു താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. എന്നെ പറയാൻ അനുവദിക്കൂ. പ്ലീസ് എന്നെ പറയാൻ അനുവദിക്കൂ. താങ്കൾ പറഞ്ഞ 2-3 കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മഹാത്മാഗാന്ധി സവർക്കർക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തു, യങ് എനർജറ്റിക് റവല്യൂഷണറി ലീഡറിന്. എന്നിട്ട് സെല്ലുലാർ ജയിലിൽ സവർക്കർ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ ആരും പോയിട്ടില്ല. ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല, വേറെ രാഷ്ട്രീയ പ്രവർത്തകനും പോയിട്ടില്ല. ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ പോയിന്നാ ചോദിച്ചത്? കോൺഗ്രസ്സുകാരൻ പോയതല്ല, ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ പോയിന്നാ ചോദിച്ചത്? ആത്മരതിക്ക് വേണ്ടി താങ്കൾക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആത്മരതിയിലാണ് സെല്ലുലാർ ജയിലിൽ പോയ കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് കോട്ട് ചെയ്തത്. ഡൊമിനിക് ലാപ്പിന്റെ ലാറി കോൺസിന്റെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, അതൊരു ചരിത്ര പുസ്തകമാണ്. രാമചന്ദ്ര ഗുഹയെ കോട്ട് ചെയ്യട്ടെ, റോമില ഥാപ്പറെ കോട്ട് ചെയ്യട്ടെ, ഇർഫാൻ ഹബീബിനെ കോട്ട് ചെയ്യട്ടെ, അങ്ങനെ അക്കാഡമിഷ്യനായിട്ടുള്ള ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ടല്ലോ അവരെയൊക്കെ, അല്ലെങ്കിൽ ഗാന്ധിയെ കോട്ട് ചെയ്യട്ടെ,
ഇവരെയൊക്കെ അക്കാഡമിക് ആയിട്ടുള്ള പണ്ഡിതന്മാരെ കോട്ട് ചെയ്തിട്ട് പറയട്ടെ ഇത്തരം വാദങ്ങൾ. ആർ സി മജുംദാർ അക്കാദമിഷനല്ലേ? ആർ സി മജുംദാർ അക്കാദമിഷനല്ലേ? ദിലീപ് ചക്രവർത്തി അക്കാദമിഷനല്ലേ? തിരുവിതാംകൂറിന്റെ ചരിത്രം പറഞ്ഞ ആർ സി മജുംദാർ അക്കാദമിഷനല്ലേ? ഒരു പകുതി ഫിഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടുത്തെ മനോജ് പിള്ള എഴുതിയ ബുക്ക്. അതിനകത്തൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അക്കാഡമിക് ഡിസ്കോഴ്സ് നടത്തുമ്പോൾ അക്കാഡമിക് ഡിസ്കോഴ്സ് നടത്തുക, അതിനകത്ത് ഫിക്ഷണൽ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാതിരിക്കുക, കേട്ടുകേഴ്വികൾ പറയാതിരിക്കുക, കഥകളും അവതാരങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അത് അത് വായിച്ച് രസിക്കാനൊക്കെ കൊള്ളാം, സ്വന്തമായിട്ട് രോമാഞ്ചം അണിയാനൊക്കെ അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ വാസ്തവത്തിൽ അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ മാപ്പ്, ഈ പറഞ്ഞ കണക്കുള്ള കാശ്മീർ ഇല്ലാത്ത മാപ്പ്, പാകിസ്ഥാൻ ഉള്ള ഒരു മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ കാവിക്കൊടി RSSന്റെ അല്ലെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞിനെ വരെ അറിയാം കാവിക്കൊടിയും കൊണ്ട് നടക്കുന്ന ആരാണെന്നും കൈച്ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആരാണെന്നും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അല്ലാതെ ആരും കാവിക്കൊടിയൊന്നും അങ്ങനെ ഉയർത്തിക്കൊണ്ട് നടക്കാറില്ല ഈ പറഞ്ഞതുപോലെ. പിന്നെ അത് അങ്ങനെയല്ല, ശിവാജിയുടെ കൊടിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആരുടെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കായിരിക്കും. പക്ഷേ ഇത് ഡോക്ടർ GV ഹരി, ഞാൻ പുതിയ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. വിദ്യാസാഗർ ഗുരുമൂർത്തി നേരത്തെ സംസാരിച്ചപ്പോൾ താങ്കൾ ഇടപെട്ട് സംസാരിക്കാൻ നോക്കിയിരുന്നു, പെട്ടെന്ന് പറയാം. അനുസരിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തെറ്റാണെന്ന് ആദ്യമേ പറയാം. ഒന്ന്, അദ്ദേഹം അതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം, അതായത് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് 50 സീറ്റ് പോലും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. 99 സീറ്റുണ്ട് സാർ ഞങ്ങൾ. അപ്പോൾ അത് ഈ ചർച്ചകളിൽ വന്നിരുന്ന് നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ ഈ തെറ്റിദ്ധാരണ വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും. ഇതൊക്കെ ഞങ്ങളൊന്നും വിശ്വസിക്കില്ല, പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജനം വിചാരിക്കും ഇതാണ് ശരി എന്ന് വിചാരിക്കും. രണ്ട്, അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ ഫ്ലാഗ് കമ്മിറ്റി ഉണ്ടല്ലോ, ഈ ഫ്ലാഗ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയിൽ നെഹ്റു ഉണ്ടായിരുന്നില്ല. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കം 5 അംഗ കമ്മിറ്റിയാണ് അതിനകത്തുണ്ടായിരുന്നത്. അവർ ഒരു കാലത്തും ഒരു കാലം അനിലേ, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, അനിൽ തന്നെ സമയമില്ലെന്ന് പറയുന്നു, അനിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കരുത്. അതെ, 7 അംഗ സമിതിയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങ് പറഞ്ഞത് നെഹ്റു ഉണ്ടായിരുന്നു, നെഹ്റു ഇല്ല, നെഹ്റു ഇല്ല, അംബേദ്കർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്ന കമ്മിറ്റിയാണ്. ഇല്ല എന്ന് ഞാൻ പറയുകയാണ്. അങ്ങ് പറഞ്ഞാൽ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കമ്മിറ്റിയിൽ നെഹ്റു ഉണ്ടായിരുന്നു. അല്ല, അത് അങ്ങ് പറയുന്നതല്ലേ, അങ്ങ് പറയുന്നത് മാത്രമല്ലോ ശരി. ഇപ്പൊ ഞങ്ങള് ഇത് രേഖകളാണല്ലോ, ആ രേഖകൾ അല്ല, അതിനകത്തൊരു തർക്കത്തിന്റെ ആവശ്യമില്ല, അതവിടെ നിന്നോട്ടെ. എന്റെ അതിനകത്ത് ആരുണ്ടായിരുന്നുള്ളതല്ല. ആ കമ്മിറ്റി ഒരു കാലത്തും ഈ കാവിക്കൊടി രാജ്യത്തിന്റെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നത് എനിക്ക് അങ്ങോട്ട് തർക്കിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, അങ്ങനെയല്ലോ ചർച്ച പോകേണ്ടത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയില്ല, നിങ്ങൾ കേൾക്കാൻ, നിങ്ങൾ അസൂക്ഷ്മം കാണിക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ ഒരു കമ്മിറ്റി ഒരു കാവിക്കൊടിയും പറഞ്ഞിട്ടുണ്ട്. നീ ബ്ലൂ കളർ ഫ്ലാഗിനെ കുറിച്ചൊന്ന് പരാമർശിച്ചിരുന്നു, അത് പിന്നീട് ചർക്കയായിട്ട് മാർക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ കാണുന്ന കൊടിയുടെ നടുക്കുള്ള ആ നമുക്കറിയാവുന്ന പോലെ അശോക ചക്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആ നീല കൊടി അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഭാഗമാക്കി മാറ്റി. അതൊക്കെ ഇപ്പോൾ ചരിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ ഗുരുമൂർത്തി പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമാണ്. ഗുരുമൂർത്തി പറഞ്ഞതിനെ ഞാൻ സമ്മതിക്കുന്നു. ഇത് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ കൊടിയായിരുന്നു. ആ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ കൊടി ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഒരു സെക്കുലർ രാജ്യമായി രാജ്യത്ത് മാറുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കൊടിയായിട്ട് അതിനെ മാറ്റാൻ പാടില്ല. അതുതന്നെയാണ് ഭാരതാംബയുടെയും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നത്. ഭാരതമാതാവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിലെ ദുർഗാദേവിയുടെ, കാളീദേവിയുടെ, കാരണം എന്തുകൊണ്ടത് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബംഗാളിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതിൻ്റെ രൂപാന്തരം ഉണ്ടാകുന്നത് അങ്ങനെയാണ്, അതിൻ്റെ ചിത്രങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഹിന്ദുമത വിശ്വാസികളായതുകൊണ്ട് സ്വാഭാവികമായും അവർ ആ ഭാരതാംബയെ ചിത്രീകരിച്ചത് സിംഹത്തോട് ചേർന്ന് നിൽക്കുന്ന സിംഹത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ സഞ്ചരിക്കുന്ന വാഹനമായി ഉപയോഗിക്കുന്ന ദേവി കാളിദേവിയുടെ ഭാഗമാണ്. പക്ഷേ അതിനകത്തുണ്ടായിരുന്നത് കാവിക്കൊടിയായിരുന്നില്ല. അത് ഒരു കാരണവശാലും ഞാൻ അത് സമ്മതിച്ചു തരില്ല. കാരണം ഇത് RSS ഉപയോഗിക്കുന്ന ധ്വജം തന്നെയാണ്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ശിവജി ഉപയോഗിച്ചിരുന്ന ആ ധ്വജത്തെ പിന്നീട് RSS അത് സ്വീകരിച്ചു. RSS അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ പരിപാടികളിലും അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. അത് രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളിലിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നതിനൊക്കെ ഗുരുമൂർത്തിയെപ്പോലുള്ള ആളുകളൊക്കെ അത് ശരിയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നും. കാരണം താങ്കളുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. താങ്കൾ പറയുന്ന കാര്യങ്ങളിൽ ഹൈന്ദവതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 100% അങ്ങ് പറയുന്നതിനകത്ത് തെറ്റില്ല. ഞാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുള്ള ആളാണ്, പല ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും. പക്ഷേ അങ്ങ് ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടന നിർദ്ദേശിക്കുന്നത്, ആ ഭരണഘടന, അതുകൊണ്ടാണ് ഡോക്ടർ ജയരാജ് പറഞ്ഞത് നിങ്ങളതങ്ങ് മാറ്റ്.
നിങ്ങളതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഈ രാജ്യത്തൊരു പുതിയ ഭരണഘടന ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കാൻ പോയപ്പോഴാണല്ലോ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിഞ്ഞ 2 തവണയും ഭരിക്കാൻ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ സീറ്റുകൾ കൊടുത്ത BJP മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എന്നിപ്പോൾ ഭരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ഇവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഭരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. നമുക്ക് 50 വർഷം ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. പറഞ്ഞ മനസ്സിലായില്ല. ഇന്നീ കാണുന്ന രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ തലത്തിലേക്ക് ഉയർത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട്, ചില ആളുകൾ ഈ ഹൈന്ദവതയുടെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തുള്ള ചില ആളുകളുണ്ട്. അതൊക്കെ ഞാനും ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. ഹിന്ദുമതം എന്താണെന്നുള്ളത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ എനിക്കും നന്നായിട്ട് അറിയാം. ആരും ഇതിന്റെ മൊത്തക്കച്ചവടം മനസ്സിലായില്ലേ? അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വ്യക്തിയുടെ സ്വകാര്യ കാര്യമാണ് മതം എന്ന് പറയുന്നത്. ആ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനെ രാഷ്ട്രീയം പറയാതെ മതത്തെ വലിച്ചിഴച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പേരിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് ആര് ചെയ്താലും അത് ശരിയല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ, അത് പ്രചരിപ്പിക്കുന്ന ആളെന്ന നിലയിൽ, അത് പ്രചരിപ്പിക്കുന്ന ഞാൻ കഴിഞ്ഞ 10-20 വർഷമായി അത് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് പ്രചരിപ്പിക്കുന്ന ആളെന്ന നിലയിൽ ഇനിയും പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ മതവും ജാതിയും ഒക്കെ കൊണ്ടുവന്ന് രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണത്തെ അത്തരത്തിലാക്കി തീർക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹൈന്ദവതയുടെ മൊത്തക്കച്ചവടവും അത് RV ബാബുവിന് ആരും തന്നിട്ടില്ല. അദ്ദേഹത്തിന് സംഘടന ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. അതിന്റെ അർത്ഥം അദ്ദേഹത്തിനാണ് ഇതിന്റെ മൊത്തം ആയിട്ടുള്ള ഇത് കൊടുത്തിരിക്കുന്നത് എന്നൊരു അർത്ഥമൊന്നും RV ബാബു കണക്കാക്കണ്ട. അത് അടിസ്ഥാനപരമായിട്ട് തെറ്റായിട്ടൊരു സമീപനമാണ്. അങ്ങ് പറയുന്ന കാര്യങ്ങളകത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അത് ശരി സമ്മതിച്ചാൽ ഞാൻ തയ്യാറാണ്. തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. പതാക കമ്മിറ്റിയിലുള്ളവരുടെ പേര് ഞാൻ പറയാം. ഞാനും പറയാം പേര്. പതാക കമ്മിറ്റിയിൽ പേര് ഞാൻ പറയാം. സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, മാസ്റ്റർ താരാ സിംഗ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പ്രിൻസിപ്പൽ DB കലേക്കർ, ഡോക്ടർ NS ഹരിദ്കർ ആൻഡ് ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ. 7 പേര്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഈ രാജേന്ദ്ര പ്രസാദ് തലവനായിട്ടുള്ള ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയിലാണെങ്കിൽ ചരിത്രം അങ്ങ് വായിക്കുന്നത് പോലുള്ള ചരിത്രം തന്നെയാണ് ഞങ്ങളൊക്കെ വായിക്കുന്നത്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് വ്യത്യാസമുള്ളത് എന്താണ്? രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയെ കുറിച്ചാണ് അങ്ങ് പറയുന്നതെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, സംശയമില്ല. സരോജിനി നായിഡു ഉണ്ട്, C രാജഗോപാലാചാര്യ ഉണ്ട്, KM മുൻഷി ഉണ്ട്, BR അംബേദ്കർ ഉണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നമുക്ക് നോക്കാം, പരിശോധിക്കാം. വിദ്യാസാഗർ പെട്ടെന്ന് 1 മിനിറ്റ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഡോക്ടർ അംബേദ്കർ ഒന്നും കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ പേരാണ്. അതായത് എനിക്ക് ആദ്യം പറയാം, ജയരാജൻ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലൊക്കെയുള്ള പുച്ഛം കാണുമ്പോൾ ഇതേതോ പാകിസ്ഥാൻ കുഞ്ഞിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ജയരാജ് പറയുന്നത് ഹിന്ദു സാമ്രാജ്യം മറാഠയിൽ ഒതുങ്ങി, മഹാരാഷ്ട്രയിൽ ഒതുങ്ങി എന്നാണ്. ജയരാജ് ചരിത്രം പഠിക്കണം. ജയരാജെ, അതായത് സിന്ധ് തൊട്ട് ഉത്തരേന്ത്യയിൽ സിന്ധ് തൊട്ട് ഡൽഹി സൽത്തനേറ്റ് മുതൽ തഞ്ചാവൂർ വരെ ഭരിച്ചിരുന്ന വലിയ രാജ്യത്തിന്റെ 3/4 പങ്കും ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് ഹിന്ദു സാമ്രാജ്യം. അതിന്റെ കൊടിയാണ് കാവ്യ പതാക. ഈ വിവരങ്ങൾ എന്ത് നാട്ടുരാജ്യം? ഹിന്ദു സാമ്രാജ്യം ഒറ്റ രാജ്യമാണ്. ഹിന്ദു സാമ്രാജ്യം ഒറ്റ രാജ്യമാണ്. ജയരാജ് പേഷ്യൻസ് കൊടുക്കുന്ന ഗുളിക എടുത്ത് കഴിക്കുന്ന ഇറക്കി. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഹിന്ദു സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പരിപ്പൂർ വാങ്ങിക്കൊടുത്ത അറിവിലൂടെ വളമ്പല്ലേ. ഹിന്ദു സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 3/4 പങ്ക് ഭരിച്ചിരുന്ന രാജ്യമാണ്, നിയന്ത്രിതമായ രാജ്യമാണ്. ഇത് പഠിക്കും ആദ്യം പോയിട്ട്. വീര സവർക്കറിനെ പറ്റി, വീര സവർക്കർ എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് കൊമമറേറ്റ് ചെയ്തുകൊണ്ട് 1970 സ്റ്റാമ്പ് ഇറക്കി. അപ്പൊ എന്താ പറഞ്ഞിരുന്നത്? വീർ സവർക്കറിനെ എഴുതിക്കൊണ്ട സ്റ്റാമ്പ് ഇറക്കിയത് അത് ഇന്ത്യയുടെ സർക്കാർ എഴുതിയതാണ്. അതുപോലെ തന്നെ സർക്കാർ പറഞ്ഞ ഈ പേര് സിനിമ ഇറക്കി, ഡോക്യുമെന്ററി ഇറക്കി സവർക്കറെ പറ്റി. ഇങ്ങനെ ഇന്ദിരാഗാന്ധി പോലും റെവല്യൂഷൻ വിളിച്ച ആളെയാണ് ഈ ജയരാജ് ഇരുന്നിട്ട് കളിയാക്കുന്ന. ആര് വിശ്വസിക്കും? നിങ്ങൾ മനസ്സിലാക്കൂ. അതുകൊണ്ട് പറയട്ടെ, ജറി പതാക എന്നത് ഹിന്ദുക്കളുടെ സ്വാഭിമാനത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ പതാകയാണ്. 4 കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചുകൊണ്ടോ ഇല്ലാതാവില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും സമയമില്ല.